ബീറ്റിട്ട് സ്റ്റാർട്ടാക്കിയിട്ട് ചെറിയ മേല് ഗിയർ ക്ലച്ച് ചേഞ്ച് ആക്കുമ്പോൾ ടയറും പഞ്ചർ. അതൊന്നും പോയിട്ട് എത്തിയിട്ടായിട്ട് സവനാള് അവിടെ ബോർഡ് കണ്ട അങ്ങനെ ചെന്നതാണ്. അവൻ പോയിട്ട് അവിടെ എത്തിയത് ഇവിടെ ആരും ബുദ്ധിയില്ല. നാണീനെ ഊന്നിട്ട് കല്ല് വെച്ചിട്ടും വള്ളി വലിച്ചിട്ടും വേറെ ആളില്ലല്ലേ. വേർത്തിയിഞ്ഞിട്ട് തന്റെ കണ്ടങ്ങ കരടി പോലായി കണ്ണടക്കം തന്റെ കണ്ണിന്റെ കുഞ്ഞ് പുറത്ത് വന്നു. ആണ് വേർത്തിട്ട് വച്ചിട്ട് ആ കോലത്തിലായിര. അപ്പതാ ഒരു ചങ്ങായപ്പത്തില് വന്നിട്ട് മമ്മദാ മുനീറ ഗുഡ് നൈറ്റ് നല്ല ജാവും. ആ പഞ്ചറായ ടയറിൽ കൊടുക്കലാണ് കൊടി നക്ക നല്ല ജാവും. നണ്ടി കഷ്ട ആർക്കും വന്നു നന്റെ കണ്ണിൽ ചോറില്ലാത്ത പോലെ ചൊന്നുണ്ട്. നല്ല ജാവും നക്ക നല്ല ജാവും ഇങ്ങനെ വച്ചു കൊടുക്കോ. അസ്സലാമു അലൈക്കും അല്ലാഹു നിന്റെ കാക്കട്ട്. മാഷാ അല്ലാഹ് ഫിറ്റല്ലേ അത് ഷൂട്ടബിളല്ലേ. സന്ദർഭത്തോട് സാഹചര്യത്തോട് സമയത്തോട് എല്ലാത്തിനോട് യോജിക്കുന്ന അഭിവാദന വാചക നമസ്കാര വാചക ഇസ്ലാമിൻ്റെത് മാത്രമാണ്. സുബ്ഹാനല്ലാഹ്. സന്തോഷത്തോടെ വയല് കേട്ട് വരുന്നവനോടും പറയാ അസ്സലാമു അലൈക്കും അല്ലാഹ് നിങ്ങളാകട്ടെ അല്ലാഹുവിന്റെ സലാമത്തുണ്ടാവട്ടെ. വയല് കേൾക്കാൻ കഴിയാതെ ബേജാറായിട്ട് വിഷമിച്ചിട്ട് വരുന്നോന്റിലും പറയാ അസ്സലാമു അലൈക്കും അല്ലാഹ് നിങ്ങളാകട്ടെ അല്ലേ. മുസ്തഫായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് എത്തുന്നു. മദീനയിലേക്ക് ചെല്ലുന്നു. മക്ക നാട്ടുകാരുടെ ഉപദ്രവം സഹിക്കാതെ, ബുദ്ധിമുട്ട് സഹിക്കാതെ, പ്രയാസങ്ങൾ സഹിക്കാതെ നീണ്ട കാലങ്ങൾക്ക് ശേഷം അല്ലാഹുവിന്റെ ഓർഡർ വന്നു, നബിയേ നിങ്ങളും സഹാബത്തും മദീനയിലേക്ക് പോയിക്കോളൂ. അവിടെയുള്ളത് നല്ല മനുഷ്യരാണ്, പരോപകാരികളാണ്, സ്നേഹജനങ്ങളാണ്, കാരുണ്യമുള്ളവരാണ്, നല്ല മനുഷ്യന്മാരാണ്. അവിടെ ചെന്നോളൂ നബിയേ. മുസ്തഫായ നബി തങ്ങൾക്കും സഹാബത്തിനും പാർക്കാൻ അതാ മദീന നാട് അല്ലാഹു കാണിച്ചു കൊടുത്തു. നബി തങ്ങൾ അവിടെ പാലായനം ചെയ്തോ, ഹിജ്റ പോയി. 53-ാമത്തെ വയസ്സിലാ 53-ാമത്തെ വയസ്സില് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മദീനയിലേക്ക് ചൊല്ലുന്നു. മദീന നാട്ടിലേക്ക് പോവുകയാണ്. ഹബീബായ നബി തങ്ങൾ ഹിജ്റ വരുന്നുണ്ട് എന്നതാ മദീനക്കാരറിഞ്ഞു. അവർ അതാ കാത്തിരുന്നു. അവരുടെ ചെറിയ ചെറിയ വീടുകളാ, ഈത്തപ്പന പോലെ കൊണ്ട് മട്ടല് കൊണ്ട് ഈത്തപ്പന മരം കൊണ്ടുണ്ടാക്കിയ വീടാ. സുബ്ഹാനല്ലാഹ്. അതൊന്നും കൂടി കളറടിച്ചിട്ടവർ ചന്തമാക്കുന്നു. മദീനയുടെ തെരുവോരങ്ങള്, റോഡുകള്, സൈഡുകള്, വളപതികള്, കാളുദാരികള് എല്ലാം അവർ റാഹത്താക്കുന്നു. കാരണം റസൂലുള്ള വരികയാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് 400ഓളം കിലോമീറ്റർ ഉണ്ട്. സിദ്ദീഖ് തങ്ങളെയും കൂട്ടിയിട്ട് മുസ്തഫായ നബി തങ്ങളെ നടക്കുകയാ. സഹാബത്ത്, മദീനക്കാരായ മുഹാൻസാരിങ്ങളായ സഹാബത്ത് കാത്തിരിക്കുന്നത് നാളേറെയായി. മരത്തുമ്മ കയറിയിട്ട്, ഈ തപ്പന മരത്തില് കയറിയിട്ട്, അവരവരുടെ വീടിന്റെ കോലായില് പിന്നെ മറ്റേ മുകൾ ഭാഗത്ത് കയറിയിട്ട്, ഉയരങ്ങളുള്ള പർവ്വതങ്ങളെ കയറിയിട്ട്, കുന്നിന്റെ മുകളിൽ കയറിയിട്ട് ഹബീബായ നബി തങ്ങൾ അവർ അങ്ങനെ കാത്തിരിക്കുകയാണ്. നീണ്ട കാത്തിരിപ്പിന് വിട നൽകിക്കൊണ്ട്, നീണ്ട കാത്തിരിപ്പിന് ശേഷം ഹബീബായ റസൂലുള്ളാഹി മദീന മണ്ണ് ചവിട്ടുന്നു. മദീനക്കാരൻ നബി തങ്ങളെ വരവ് കണ്ടു. സന്തോഷം കൊണ്ട്, ആഹ്ലാദം കൊണ്ട് മദീനയിലുള്ള ആബാലവൃദ്ധ ജനങ്ങള് ഹബീബായ നബി തങ്ങളെ സ്വീകരിക്കുന്നു, എതിരേൽക്കുന്നു. ത്വലഅൽ ബദറു അലൈനാ മിൻ സനിയത്തിൽ വദാഇ വജബ ശുക്രു അലൈനാ മാ ദഅ ലില്ലാഹി ദാഇ യാ നബി സലാം അലൈക്കും. തണിച്ച് ചൂടുണ്ടാന്നല്ലേ. أيها المبعوث
الله فينا جئت بالأمر المطاع جئت شرفت المدينة مرحبا يا خير داعي جلا يا نبي. മദീനയിലുള്ള ജനങ്ങൾ നബിതങ്ങളെ സ്വീകരിച്ചു, എതിരേറ്റു സന്തോഷത്തോടെ നബിതങ്ങളെ ആനയിച്ചു കൊണ്ടുപോവുകയാണ്. മദീന നാട് കണ്ടപ്പോ മദീന നാട്ടിലെ മണ്ണ് ചവിട്ടിയപ്പോ ആദ്യമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദീനക്കാരോട് പറഞ്ഞ വയലേതറിയുമോ? മദീനക്കാരോട് പഠിപ്പിച്ച പാഠമേതറിയുമോ? മദീനക്കാരോട് ഉപദേശിച്ച ഉപദേശമേതറിയുമോ? മദീനക്കാരോട് ഫസ്റ്റ് ചൊന്ന വിഷയതറിയുമോ? നിങ്ങൾ നിസ്കരിക്കണോ എന്നതല്ല. നിസ്കാരത്തിന്റെ വിഷയം ഉണ്ടിട്ടില്ല. നിങ്ങൾ നോമ്പ് നോക്കണോ അതല്ല റസൂലുള്ള ചൊന്നോ. പിന്നെയാ റസൂലുള്ളവരോട് ഫസ്റ്റ് മദീന നാട്ടിലേക്ക് ആദ്യം ചെന്നപ്പോ, മദീന നാട്ടിലെ മണ്ണാദ്യം ചവിട്ടിയപ്പോ ആദ്യമായിട്ട് ആ നാട്ടുകാരോട്, വിശ്വാസികളോട് ഹബീബായ നബി തങ്ങൾ ഉപദേശിച്ച ഉപദേശം അഫ്ശുസ്സലാം, അഫ്ശുസ്സലാം, സിലുൽ അർഹാം, وصلوا بالليل والناس نيام فتدخل الجنة دار السلام. മദീനയിലേക്ക് ആദ്യം കാലുകുത്തിയ റസൂലുള്ളാഹ് മുസ്തഫ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനക്കാരെ കണ്ടപ്പോൾ ആദ്യമായിട്ട് അവർക്ക് ചൊന്നുകൊടുത്ത പാഠവിഷയത്തുണ്ടാ അഫ്സുസ്സലാം. നിങ്ങ അപ്പുറപ്പുറ കണ്ടെങ്ക് സലാം ചൊല്ലണോ. ഞങ്ങൾ ഇപ്പൊ അപ്പുറപ്പുറ കണ്ടെങ്കിൽ എത്ര ആൾക്ക് സലാം ചൊന്ന? ചില ആൾമാരെ കണ്ടെങ്കിൽ അവൻ നന്റെ നോക്കിയിട്ട് തിരിച്ചു പോയ എങ്ങനെ വന്നുണ്ടാ അവന്റെ ചുണ്ടു തണ്ണിക്ക് പിന്നെ അടക്ക പോലെ ഇങ്ങനെ പൊന്തിരും. ഇനി സലാം ചൊന്നു വെച്ചോ, സലാം പറയുന്നു എന്ന് കൂട്ടിക്കോ. ആർക്ക് സലാം ചൊല്ലേ? ആർക്ക്? ഉസ്താദ്, തങ്ങക്ക്, പ്രസിഡന്റ്, സെക്രട്ടറിക്ക്, റായത്തങ്ക്, ക്ലബ് റങ്ക്, യൂത്ത് വിങ്, മൂത്ത വിങ്, അങ്കല്ല സലാം. സ്വന്തം പെഞ്ഞായിക്ക് മംഗലായിട്ട് 19 വർഷം 3 തിങ്ങായി ഒരു സലാം ഇന്നോളവൻ ചൊന്നിട്ടില്ല. അവന്റെ കരളിക്ക് അവൻ ചൊല്ല് നന്റെ കരള്, നന്റെ കണ്ണ്, നന്റെ ലിവർ. കണ്ണും കറലുകല്ല ഫസ്റ്റ് സലാം വേണായോ? പിന്നല്ല നാട്ടുകാർക്ക് ഫസ്റ്റ് ആറ് സലാമത്താവണയോ? നാട്ടിലെ മമ്മഞ്ഞ നിന്റെ പെഞ്ഞായ. നിങ്ങൾ ചിരിക്കുമ്പോ ഡൗട്ടുണ്ട്, ഇന്നോളം സലാം ചൊന്നിട്ടേ ഇല്ലെന്നല്ലേ? മക്കൾക്ക് സലാം ചൊല്ല അബ്ബുണ്ടാ? എല്ലാരും അല്ല, നിങ്ങൾ ബേജാറാക്കിയിരുന്നു. ഞാൻ എല്ലാരും ചൊന്നിട്ടില്ല, അങ്ങനെ ചൊല്ലാവല. എല്ലാ മൂലമാറും അങ്ങനെമേ, എല്ലാ ആജിമാറും അങ്ങനെമേ, എല്ലാ കമ്മിറ്റിക്കാരും അങ്ങനെമേ, ഞാനും എല്ലാവരും അങ്ങനെമേ. അങ്ങനത്തെ വിഷയ ബായിൽ പറഞ്ഞു അത് വലിയ അതബ് കേടിന്റെ വിഷയം. അത് ഞങ്ങളെ അമല് ബാത്തിലാകുന്ന വിഷയം. അതല്ല പൊറുക്കാത്ത വാക്കത്. കാരണം എന്തേ? എല്ലാവരും അങ്ങനെ ചൊല്ലുമ്പോൾ വാടക എത്തിയത് റസൂലുള്ളാഹിക്ക് എത്തിയില്ലേ? സഹാബത്തിന് എത്തിയില്ലേ? ഇമാം ഷാഫി തങ്ങൾക്ക് എത്തിയില്ല, അജ്മീർ ഖാജ തങ്ങളിലേക്ക് എത്തിയില്ലേ? മുത്തുപേട്ട മക്കാമിലുള്ള മഹാനായ ദാവൂദുൽ ഹക്കീം തങ്ങളിലേക്ക് എത്തിയില്ലേ? അതുപോലെ തന്നെ മഹദി റുഖിയ ബി ഉമ്മക്ക് എത്തിയില്ലേ? എല്ലാരും അങ്ങനെ ചൊല്ലതീറാ. കുറച്ച് ആൽമാറുള്ളാറ് നന്റെ പോലെ തങ്ങ ഉള്ളാറ്. അപ്പൊ ഫസ്റ്റ് വേണായ ദൗത്തറങ്ക് സലാം അസ്സലാമു അലൈക്കും. അല്ല അവള് ഫോൺ ഉണ്ട്. അവളെ ഫോൺ വന്നപ്പോ ഉസ്താദ് ഫോൺ ആക്കിയ ഉസ്താദ്. ഹലോ അസ്സലാമു അലൈക്കും ഉസ്താദ്. എന്ത് ഉസ്താദ് ഉസ്താദ് അല്ലേ അല്ലേ അല്ലേ? അപ്പമേ കട്ടായപ്പമേ ബിസി കണ്ടോണ്ടിട്ട് ലൈൻ ബിസി നോക്കുമ്പോ വെഞ്ഞായി കട്ടാക്കി പാട് വിളിച്ചാള് അപ്പറിങ്കായി. അല്ലോ നിന്റെ കണ്ണ് പൊട്ടിയില്ല, ഞാൻ ബിസിയല്ല, നീ സലാമും ഇല്ല എന്തും ഇല്ല, പോ ഞാൻ ബിസിയിലൂടെ നിനക്ക് കാണില്ലേ. എന്നിട്ട് ഞങ്ങളോട്ടോട് വിഷയാക്കുമ്പോ കട്ടൽ തേച്ചിട്ട് ചെന്നത്ര കൊത്തുണ്ട നന്റെ പെഞ്ഞായി കണ്ണ് കറല് ലിവർ ഷുഗർ. എന്നിട്ട് സലാമത്തും ഇല്ല എന്തും ഇല്ല, മലാമത്ത് ചെന്നിട്ട് പോയിരാ പ്രായത്തങ്ക സലാം ഇട്ട അസ്സലാമു അലൈക്കും. ഞാൻ അതിലെ പോയിട്ട് നടന്നോട്ട് സൈഡില്ല, അർജന്റിൽ പോയിട്ടുള്ള
ഓൻ തെങ്ങിൽ തേങ്ങ എടുത്തോണ്ടുള്ള അവിടുന്ന് തയ്ച്ചിട്ട് ഉസ്താദ് അസ്സലാമു അലൈക്കും വലിച്ചെറിഞ്ഞല്ലോ സലാം നക്ക് നോക്ക മക്ക ചൊന്നാണ് സുബൈക്ക് അങ്ക് വേണ്ടി സലാമു നാളെ മുതൽ തുടങ്ങണോ ചിരിക്കോ വേണ്ട വിഷയമല്ല ഇത് ചിരിച്ചിട്ട് ഇത് സൈഡാക്കണ വിഷയമല്ല ഇത് ഈജിപ്ത് റാങ്ക് ചൊന്ന വയലല്ല ഇത് ബാലകൃഷ്ണ ഗംഗാവതി ഗംഗാധര ലക്ഷ്മിക്ക് ചൊന്ന വയലല്ല നിന്റെ മുന്നിൽ നയിച്ച നിങ്ങൾക്കും ഞങ്ങൾക്കുള്ള വയൽ ഇത് അള്ളാഹു ഞങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുത്തട്ടെ ഇത് കേട്ടിട്ട് ഇങ്ങനെ ചിരിച്ചിട്ട് ബുടനായ വയലല്ല അല്ല സലാമു ചൊല്ലണം അവത്തൊലിഞ്ഞിട്ട് പോകുമ്പോഴത്തേക്ക് പണ്ട് മാവാ നാ ഇപ്പുറം വരുമ്പോ എന്റെ കിടാവ് പാഞ്ഞിട്ട് വന്നിട്ട് ചെറിയ കിടാവ് നമ്മോട്ട് ഉപ്പ ജാഗ്രതാക്ക് ഉപ്പ മെല്ലെ പോ കൈത അതാരോ പഠിപ്പിച്ചു ഞാൻ പഠിപ്പിച്ചു പിന്നെ അതങ്ങനെ ശീലമായി പാഞ്ഞു വരും എന്നെ കണ്ടില്ല ഞാൻ വിളിക്കും ഇപ്പൊ ഞാൻ എന്റെ ഇരിയല്ല ഞാൻ ബലാവൂല ഹോജറാജോ നല്ല ചൊല്ല അങ്ങനെ വേണോ റായത്തക്ക് മാത്രമല്ല സലാം വേണായോ സ്വന്തം ഉമ്മാക്ക് ബാപ്പാക്ക് പെഞ്ഞായിക്ക് അപ്പക്ക് മക്കക്ക് ഫസ്റ്റ് വേണോ പിന്നെ ബാക്കിയുള്ള സലാമത്താട്ട് നാളെ ആഖിറത്തിൽ ഫസ്റ്റ് അല്ല ചോദ്യം നാട്ടുകാരെ കുറിച്ചല്ല നിന്റെ ഒട്ട നിന്റെ അഹ്ലൗലാദികളെ തൊട്ട് ഖുഅൻഫുസകും വഅഹ്ലികും നാറ മുസ്തഫ റസൂലുള്ള മദീനയിൽ എത്തിയപ്പോ അവിടെ കാല് വെച്ച ഫസ്റ്റ് റായത്തങ്ങളെ വിളിച്ചിട്ട് ചൊന്നുണ്ട് അഫ്ഷുസ്സലാം തഹാബബതു നിങ്ങൾ അപ്പുറപ്പുറം സലാം നല്ലോണം ചൊല്ലണോ സലാം മടക്കണോ നിങ്ങൾ ഇടലത് സ്നേഹബന്ധം ഉണ്ടാക്കും പിരിസപ്പാടുണ്ടാക്കും നിങ്ങളെ കൽബിന്റെ അകത്തുള്ള സ്നേഹം കൂട്ടും നിങ്ങൾ സലാം ചൊല്ലണം നല്ലോണം സലാം ചൊല്ലണം ഇത് ചൊല്ലുമ്പോഴത്തേക്കും ഒന്ന് രണ്ടാളിങ്ങനെ ആഴ്ചനാക്കി ദ്രവന്തുട്ട മക്കളായിട്ട് ഏലെട്ടാണ്ട ഇന്നോളം ചെല്ലിട്ടില്ല ഇനിയിപ്പോൾ ഇയാളെ വേല കേട്ടിട്ട് നാളെ സുബൈക്ക് മുറ്റ് തുടങ്ങാതെ വിചാരിച്ചു എന്ത് വിചാരിക്കുമോ സുബൈ കഴിച്ചിട്ട് ബാഗും മൊബൈലെല്ലാം എടുത്തിട്ട് കാറിന്റെ അല്ലെങ്കിൽ ബൈക്കിന്റെ ചാവിയെല്ലാം എടുത്തിട്ട് പുറത്തെളിയുമ്പോ ഡെഡി അസ്സലാമു അലൈക്കും നിങ്ങക്ക് ശരിക്കും വന്നല്ലേ നക്കവും തുടങ്ങണ വിചാരിക്കും നിങ്ങത് കെയർ ആക്കണ്ട നിങ്ങത് വലിയ ടെൻഷൻ ആക്കണ്ട ഫസ്റ്റ് അങ്ങനെ വിചാരിക്കൂ നിങ്ങൾ അവ ഇപ്പറ ചൊല്ലോട്ട് അയിമറ മനസ്സിലുണ്ട് അവിടെ നിങ്ങളെ മനസ്സിൽ മാത്രമല്ല ഈ വയല് കേട്ടോണ്ടുള്ള ഞങ്ങളെ പെങ്ങ വിചാരിച്ചോണ്ടുണ്ടോ ആട്ട് മംഗലെല്ലായിട്ട് 4-5 മക്കല്ലായി ഉസ്താദ് ഇങ്ങനെ ഇപ്പൊ ചൊന്നു ഇനി പോയിട്ട് പിണ്ട് ആയപ്പ ഉറങ്ങറല്ലേ എന്ത് കുടിക്കൊന്നും വേണ്ട നിങ്ങക്ക് ചായ മുറ്റോ എന്തും വേണ്ട നീ ആ ബാദലെല്ലാം ഇട് ഇട്ട വേറെ ഒന്നും വേണ്ടല്ലേ ആയപ്പ അസ്സലാമു അലൈക്കും ഒന്ന് ചൊല്ലണമെന്ന് അയിമക്കും വല്ല മനസ്സുണ്ടോ ആയെങ്കിലും അയിമന്റെ തലയിൽ ഇങ്ങനെ തിരിഞ്ഞോണ്ടോ ഫസ്റ്റ് ഇയാൾ എന്ത് വിചാരിക്കും എന്തും വിചാരിക്കല്ല അത് പിന്നെ അത് റൂഢിയാവും അത് ആദത്താവും അത് പിന്നെ ശരിയാവും അതിലൊന്നും വിചാരിക്കാനൊന്നുമില്ല അത് വലിയൊരു ദിക്റാണ് അത് വലിയ ദിക്റാണ് ഒരു ദുആയാണത് നോക്കൂ നിങ്ങൾ ഇത്രയെല്ലാം വാഹനങ്ങൾക്കിടയിലൂടെ ഞങ്ങളെ കുഞ്ഞിക്കിടാവാം പിന്നെ സ്കൂളിന്റെ വാനും ബസ്സും കയറിയിട്ട് പോകുമ്പോ ആ കിടാവിനൊരു സലാമത്ത് വേണ്ടേ എന്റെ കിടാവ് എന്റെ കരളിന്റെ കഷ്ണമായ കുഞ്ഞ് ആയിരക്കണക്കിന് വാഹനങ്ങൾ ഓടുന്ന റോട്ടിലൂടെ എന്റെ കുഞ്ഞു പോകുന്നു സ്കൂളിലേക്ക് കോളേജിലേക്ക് ബിസിനസ്സിന് മംഗലാപുരത്തേക്ക് എന്റെ കുഞ്ഞു പൈതല് എന്റെ കരളിന്റെ കഷ്ടോ എന്റെ തങ്കക്കുട്ടി ആ പോന്ന കിടാവ് ഒരപകടവും പെടാതെ ഒരപകടത്തിലും പെടാതെ ഒരാഫത്തിലും പെടാതെ സന്തോഷത്തോടെ തിരിച്ചു വരാൻ അള്ളാന്റെ കാവല് വേണ്ടേ അതാണ് പറയുന്നത് അസ്സലാമു അലൈക്കും കുഞ്ഞ് അല്ല കാക്കട്ടും വന്നിണ്ടോ പോ അത് വേണ്ടേ കിടാവുകോ അത് വേണ്ടേ അത് ഉമ്മക്ക് വേണ്ടേ അല്ലാഹു ഞങ്ങൾക്കതിന് തൗഫീഖ് നൽകട്ടെ മുസ്തഫായ റസൂലുള്ളാഹി ആദ്യമായിട്ട് ആ നാട്ടുകാരോട് പറഞ്ഞ ഉപദേശം അതാണ് ഇരിക്കട്ടെ നല്ലവരൊക്കെ അങ്ങനെയാണ് അവർ സലാം പറഞ്ഞേക്കും സലാം കൊടുത്തേക്കും സലാം അങ്ങനെ പാർസലാക്കും റസൂലുള്ളാഹിനെ കാണാൻ പോകുന്നവരോട് മദീനയിലേക്ക് പോകുന്നവരോട് നിങ്ങൾ ദുആറക്കണോന്ന് മാത്രം ചൊന്നെങ്ങുമയാവല റസൂലുള്ളാഹിക്ക് നണ്ടൊരു അസ്സലാമു അലൈക്കും ചൊല്ലണോ എന്നും പറയണേ ഈമാനുള്ളവരുടെ സ്വഭാവം അതാണ് അള്ളാന്റെ മഹാന്മാരുടെ ജീവിതം അങ്ങനെയാണ് അള്ളാന്റെ മഹാത്മാക്കൾ ആ നിലക്ക് ജീവിച്ചവരാണ് അള്ളാഹ്ക്ക് ജീവിച്ചു അവർ ലോകത്തുള്ള ജനങ്ങൾക്ക് ജീവിച്ചു നിങ്ങൾ നോക്കൂ ഞങ്ങള് ബീവിയുമ്മ റുക്കിയ ബീവിയുമ്മ
എല്ലാവരും അറിയുന്ന ഒരുപാട് സംഭവങ്ങൾ പറയാനുണ്ട്. എന്നെക്കാളേറെ നിങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. മാഷാ അല്ലാ. ആ ഉമ്മാന്റെ ഏറ്റവും വലിയ കറാമത്ത് എന്തറിഞ്ഞ റുഖിയാബി ഉമ്മ എന്ന മഹദിയുടെ ഏറ്റവും വലിയ കറാമത്ത് എന്ത് ഇത്തരം മുഅ്മിനീങ്ങളെ കൂട്ടിയിട്ട് അള്ളാന്റെ ലോകത്ത് ഒരു ദുആന്റെ മജ്ലിസ് സംഘടിപ്പിക്കാൻ ആ ഉമ്മ കാരണക്കാരിയായി. ഇത്രയും നല്ലൊരു ദീനിന്റെ ഇൽമിന്റെ ഒരു മജ്ലിസ് ഒരുക്കാൻ ആ ഉമ്മാന്റെ പേര് കാരണമായി എന്ന് തന്നെയാണ് ആ ഉമ്മാന്റെ ഏറ്റവും വലിയ കറാമത്ത്. കറാമത്ത് നിങ്ങൾ എന്ത് വിചാരിച്ച ഇങ്ങളാക്കിയിട്ട് പഴതുണ്ടോ തണ്ണിര മേലെ തോണിയില്ലാണ്ട് നടക്കുറോ ഇത് മാത്രം കറാമത്താ? അത് ജാത് നടത്തുന്ന അണ്ണാച്ചു നടക്കുക തണ്ണിര മേലെ. അതിലെ വലുതൊന്നും ഇല്ല. തഖ്വ ഇസ്തിഖാമത്ത് അത് ഇമ്പോർട്ടന്റ്, അതാണ് വലിയ കാര്യം. അതുള്ളവരായിരുന്നു ഈ മഹദിമാർ. ഈ മഹദി ആ മഹാനായ ദാവൂദുൽ ഹക്കീം വലിയുള്ളാഹി തങ്ങളെ പൊരുത്തത്തോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നവരാണ്. മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ തങ്ങളും അങ്ങനെ. ഞാൻ പറഞ്ഞല്ലോ, ഒരു ചെറുപ്പക്കാരന് പള്ളന്റെ സൈഡിൽ ഗിഡായിട്ട് ബേജാറായി. അവസാനം ഡോക്ടർമാരെല്ലാം കണ്ട് മാറിയില്ല. ഡോക്ടർമാർ പറഞ്ഞു ഓപ്പറേഷൻ ആക്കണോ. മെഡിക്കൽ കോളേജും വലിയ വലിയ MD-മാരും എല്ലാവരും പറഞ്ഞു അങ്ങനെ ഓപ്പറേഷൻ ആക്കണോ. അവസാനിച്ചങ്ങ എന്തൊക്കെയോ വന്നിട്ടുണ്ടാ. ശംസുൽ ഉലമ തങ്ങളെ കാണാൻ ചെന്നു ആ റൗളയിലേക്ക്, ആ ദർഗയിലേക്ക്. പുതിയങ്ങാടി കടപ്പുറത്ത് മറവിട്ട് കിടക്കുന്ന ശംസുൽ ഉലമ തങ്ങളുടെ മഖബറയിൽ ചെന്നിട്ട് അവിടെ യാസീൻ ഓതുന്നു, ദുആരക്കുന്നു. എന്നിട്ട് അവിടത്തോട് പറയുന്നു, പടച്ച റബ്ബേ, ഈ മഹാനരുടെ ബർക്കത്ത് കൊണ്ട് എന്റെ രോഗം ശിഫയാക്കല്ലാ. രോഗം മാറാൻ ബട്ടന്റെ മരുന്ന് തന്നെയാണോന്നില്ല, സെറ്റിന്റെ ടോണിക് തന്നെ വേണമെന്നില്ല, KMC ഹോസ്പിറ്റലിൽ പോയിട്ട് അഡ്മിറ്റ് ആവണമെന്നില്ല. അതെല്ലാം മരുന്ന് തന്നെയാണ്, അല്ല എന്ന് പറയുന്നില്ല. എന്നാൽ അതിനേക്കാളും നല്ല ഉപയുക്തമായ മരുന്ന്, പെർഫെക്റ്റായ മരുന്ന്, ഫലപ്രദമായ മരുന്ന് ഞങ്ങളെ കയ്യിൽ വേറെയുമുണ്ട്. അതിലൊന്ന് സലാത്താണ്, ദിക്റാണ്, ഖുർആൻ പാരായണമാണ്, സ്വതക്കയാണ്. ഇതെല്ലാം മരുന്നാണ്. അതോടൊപ്പം ആശുപത്രിൻ്റെതും മരുന്ന് തന്നെ, ഡോള ഗുളികയും മരുന്ന് തന്നെ. ഞങ്ങളെ വിചാരം ഡോള മാത്രം മരുന്ന്, സെറ്റിന്റെ തന്നെ മരുന്ന്, ബട്ടന്റെ തന്നെ മരുന്ന്, വേറെ മരുന്നില്ല. ഞങ്ങൾ അങ്ങനെ വിചാരിച്ച അതാണ് മിസ്റ്റേക്കായോ. അതിനേക്കാളും നല്ല മരുന്ന് വേറെ ഞങ്ങളെ കയ്യിലുണ്ട്. ഈ മജ്ലിസിന്റെ ദുആ ഏറ്റവും വലിയ മരുന്ന്. എത്ര രോഗങ്ങൾ, എത്ര പ്രയാസങ്ങളാണ് അല്ലാഹു ദുആ കൊണ്ട് നീക്കി തന്നത്. എത്ര കാര്യങ്ങളാണ് അല്ലാഹു ദിക്ർ കൊണ്ട് സാധിപ്പിച്ചു തന്നത് അല്ലേ? ഇനി ചരിത്ര സാക്ഷിയല്ലേ ഈ ചെറുപ്പക്കാരൻ ശംസുൽ ഉലമ തങ്ങളുടെ ഖബറിന്റെ ഇവിടെ പോയി സിയാറത്ത് ചെയ്തിട്ട് കാര്യം പറഞ്ഞു. എന്നിട്ട് അവിടെ ദുആർന്ന് തിരിച്ചു വന്നു, വീട്ടിലേക്ക് വന്നു, പരയിലേക്ക് വന്നു ഉറങ്ങിയ അന്ന് ജാവു കിനാവ് കണ്ട് ശംസുൽ ഉലമ തങ്ങളെ കാണുന്നു. കിനാവിൽ വന്നിട്ട് ശംസുൽ ഉലമ തങ്ങൾ പറയുന്നു, ബേജാറാകണ്ട, വിഷമിക്കണ്ട, നിന്റെ രോഗം മാറാൻ, നിന്റെ ചികിത്സിക്കാൻ, നിന്നെ ഓപ്പറേഷൻ നടത്താൻ, നിനക്ക് ഇഞ്ചക്ഷൻ ചെയ്യാൻ ഞാൻ നല്ല ഡോക്ടറെ സെലക്ട് ചെയ്തിട്ടുണ്ട്, അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട്. അവരാണ് ദാവൂദുൽ ഹക്കീം മുത്തുപേട്ട വലിയുള്ളാഹ്. തഞ്ചാവൂരിൽ മറവട്ട് കിടക്കുന്ന മുത്തുപേട്ടയില്, തഞ്ചാവൂരിനടുത്ത മുത്തുപേട്ടയില് മറവട്ട് കിടക്കുന്ന തമിഴ്നാട്ടില് ആരാണ് ആ മഹാൻ? ആരാണ് ആ മഹാൻ അറിയുമോ? ആ മഹാനെ അതാ ഞാൻ നിന്റെ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ്. സുബ്ഹാനല്ലാഹ്. പറഞ്ഞതുപോലെ തന്നെ മഹാനായ മുത്തുപേട്ട വലിയുള്ളാഹി തങ്ങളും കൂടെയുള്ളവരും അതാ സ്വപ്നത്തിൽ വരുന്നു. ചെറുപ്പക്കാരന്റെ പള്ള കീറുന്നു, ഒരു മാംസകഷ്ണം പുറത്തെടുക്കുന്നു, എല്ലാം അവിടെ തുന്നിച്ചേർത്തിട്ട് പൂർവ്വസ്ഥിതിയിലാക്കിയിട്ട് അവിടെ നിന്നതാ ഒരു ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് പിന്നതാ മായുന്നു, അവർ മറയുന്നു. ചെറുപ്പക്കാരൻ ഞെട്ടി ഉണരുകയാണ്. ആലിപ്പറമ്പുകാരനായ ചെറുപ്പക്കാരൻ, ആലിപ്പറമ്പുകാരനായ ചെറുപ്പക്കാരൻ ഞെട്ടി ഉണർന്നു നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്,
പള്ള കടച്ചലില്ല, പള്ളക്ക് വേദനയില്ല, പള്ള ധരിക്കുന്നില്ല, പള്ളയില് പൊന്തിയിട്ടില്ല. മാത്രമല്ല ബെഡിന്റെ അടുത്തതാ ഒരു മാംസത്തിന്റെ കഷ്ണവുമുണ്ട്. എന്റെ പള്ളിയിൽ നിന്നിട്ട് എടുത്തിട്ട പുറത്തേക്കിട്ട മാംസകിഡ ചെറുപ്പക്കാരന് റാഹത്തായി, വീട്ടുകാരെ വിളിച്ചു, സന്തോഷായി. പിറ്റേന്ന് രാവിലെയും ശംസുൽ മതങ്ങളെ മസാറിലേക്ക് ചെന്നു, ദുആയിരുന്നു, തിരിച്ചു വന്നു. അന്ന് ശംസുൽ മതങ്ങൾ ആ ചെറുപ്പക്കാരന്റെ രോഗത്തിന് പരിഹാരം കാണാൻ കാണിച്ചു കൊടുത്ത ഏറ്റവും വലിയ പരിഹാരത്തിന്റെ വഴി ആരാണത്? മഹാനായ ദാവൂദുൽ ഹക്കീം മുത്തുപേട്ട റളിയല്ലാഹു അൻഹു. ഇടക്കിടക്ക് ഒരു ഫാത്തിഹ ഓതണം. ആ മഹാൻ ആരെന്ന് അറിയണമെങ്കിൽ അവിടേക്ക് ഒരു ടൂറെല്ലാം വെക്കണം. ഗടി കദ്രി പാർക്കിൽ പോയിട്ട് വണങ്ങിയ കരടിനെ കണ്ടിട്ട് പണ്ടല്ല, മാനസ കദ്രി പോ, വേറെ ഒന്നുമില്ല. പോണോ, കാണണോ, ടൂർ വേണോ, സ്റ്റഡി ടൂർ വേണോ, എല്ലാം പോണോ. ഞങ്ങളെ കോളേജിൽ നിന്ന് പോയോണ്ടുണ്ടോ, ഞങ്ങളും പോയിറ, എന്നും പോവും. ഇത് അവിടേക്കേ മാത്രം എങ്ങനെ നല്ല ജാഗക്കുമ്പോ എന്നിട്ട് ചളിയെല്ലത്തിൽ ബിരിയട്ട് നീ ആണ്ട് പൊളിച്ചൊന്നുണ്ടല്ലോ, എന്ത് നേരാവില്ല. നീ ഗടി പോയിട്ട് ഈ കൊട്ട പിടിച്ചമേ കണ്ടിട്ട് വന്ന് അവിടെ നേരാവിടോ. നല്ല ജാഗ് പോയിട്ട് പാത്തല്ലേ മുത്തുപേട്ടക്ക് പോയിരാറാ, പോയും കാണും. ആരാണ് ആ മഹാൻ? ഉമ്മത്ത് മുഹമ്മദീങ്ങളിൽപ്പെട്ട ആളല്ല. എനിക്ക് പിടിയായിട്ടില്ല. നല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ ദീനിന്റെ പ്രബോധനത്തിന് ഇവിടെ വന്നിട്ട് അവസാനത്തെ നബിയായി ലോകത്ത് വന്നിട്ട് 1400 ആണ്ട് കഴിഞ്ഞ് 1500ഓളം ആണ്ടായി. നിങ്ങൾക്ക് പിടിയാവൂരല്ലേ? പ്ലീസ് നമുക്ക് ഫിർസത്തിൽ തൽത്താലല്ലാട്ടോ, പിടിയാവൂരല്ലേ? ആ മാഷാ. ഈ നന്നായി സൗണ്ട് എടുത്തിട്ട് 10 ഉസ്താദ് നിപ്പാട്ടായല്ലേ ഒക്കു പോനെന്നര ആയിന അങ്ങനെ അത് വേണ്ടിയ പോലാക്ക. 9 മണിക്ക് തുടങ്ങി ഞമ്മ കൃത്യം 9:03 ഞാൻ തുടങ്ങിയ 11:03 ഇൻഷാ അല്ലാഹ് ഞങ്ങൾ നിപ്പിക്ക ദുആർന്നിട്ടെല്ലാം ഒരു 11:30 ആവശ്യം. പിന്നെ അതിന്റെ അപ്പുറം പോവോ, ഇത് പെട്രോളിൽ പോകുന്നതൊന്നും അല്ല. ഞാനൊരു മനുഷ്യല്ലേ, പിന്നെ നിങ്ങളെ കാട്ടി ഏറെ റിസ്ക്കും കഷ്ടവും നക്കും ഉണ്ടല്ലേ, ഇല്ലേ? മാഷാ അല്ലാഹ് നല്ല മജ്ലിസ്. അല്ലാഹു മജ്ലിസിന്റെ ബർക്കത്തും ഹുർമത്തും ഞങ്ങൾക്ക് അല്ലാഹു 2 ലോകത്തും നൽകട്ടെ. ഇല്ല ആയിട്ടില്ല. ഞാൻ ചൊല്ലാം പോണോ ഞാൻ ചൊല്ലാം ഇൻഷാ അല്ലാഹ്. മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തേക്ക് പ്രബോധനത്തിന് വന്നിട്ട് അവസാനത്തെ പ്രവാചകനായി വന്നിട്ട് 1400 ആണ്ട് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും നബി തങ്ങളെ ഉമ്മത്തിങ്ങ അല്ലേ? ഇനി ലോകാവസാനത്തോളം പണ്ടെങ്ങ നബി തങ്ങളെ ഉമ്മത്തിങ്ങ. എല്ലാരും മുസ്ലിം ആവട്ടെ അല്ലാത്തവാട്ടെ എല്ലാവരും നബി തങ്ങളെ ഉമ്മത്തിങ്ങ. അതിൽ ഞങ്ങ ആ നബി തങ്ങളെ ഇതൊക്കെ വിളിക്ക് ജവാബ് കൊടുത്ത ഉമ്മത്തിങ്ങ, മത്തങ്ങ ജവാബ് കൊടുക്കാത്ത ഉമ്മത്തിങ്ങ. ഏതുവാട്ട് ഞങ്ങൾ എല്ലാരും ഉമ്മത്ത് മുഹമ്മദ് ചൊല്ല് യാ നബി. എന്നാൽ മുത്തുപേട്ടയിലെ തമിഴ്നാട്ടിലെ തഞ്ചാവൂരിനടുത്ത മുത്തുപേട്ടയിൽ മറവിട്ട് കിടക്കുന്ന ദാവൂദുൽ ഹക്കീം റളിയല്ലാഹു അൻഹു എന്ന മഹാൻ, ആ മഹാന്റെ ഖബറിന് ഏകദേശം 60 അടിയിലേറെ നീളമുണ്ട്. ആ മഹാൻ ഉമ്മത്ത് മുഹമ്മദീങ്ങളിൽ പെട്ടയാളല്ല. പിടിയായ നിക്ക് നബി തങ്ങളെ പണ്ടക്ക് മുന്നിൽ വന്നയാള്, പണ്ട് കാലത്ത് വന്ന നബിമാരെ ഉമ്മത്തീങ്ങളിൽ പെട്ടയാള്, മൂസാ നബിന്റെ കാലത്ത് വന്നയാള്. അതായത് 3000 വർഷത്തോളായി മൂസാ നബി വന്നിട്ട്. ഈസാ നബി വന്നിട്ട് എത്ര വർഷമായി? യേശു ക്രിസ്തു ഈസാ നബി വന്നിട്ട് എത്ര വർഷമായി? 2023 ക്രിസ്തു വർഷ 2000 ഈസാ നബി വന്നിട്ട് 2023 ആണ്ടായില്ലേ? നിങ്ങത് ഗാബരിയായിരുന്നോ? അത് ഈസാ നബിന്റെ ആണ്ട്. തെല്ലാപ്പുറപ്പുറലിക്കോ അങ്ങനെ ഡിസംബർ 6 മരിച്ചെന്ന് തോന്നുന്നു. ഡിസംബർ 6 പള്ളി പോയതല്ലേ?
ഡിസംബർ 25 ഈസാ നബി മരിച്ചിരുന്നു അങ്ങ് ചൊല്ലാറ്. മരിച്ചിട്ടൊന്നുമില്ല. എല്ലാ അപ്പുറം മിസ്റ്റേക്കെല്ലാം ഉണ്ട്. ആയെങ്കിലും 2000 വർഷമായി. മൂസാ നബി വന്നിട്ട് 3000 വർഷം കഴിഞ്ഞ്. ഇബ്രാഹിം നബി വന്നിട്ട് 4000 വർഷം കഴിഞ്ഞു അല്ലേ? എന്നാൽ 3000 വർഷം മുമ്പ് കഴിഞ്ഞു പോയ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉമ്മത്തീങ്ങളിൽപ്പെട്ട ആളായിരുന്നു മഹാനായ ദാവൂദുൽ ഹക്കീം വലിയുള്ളാഹി തങ്ങള്. ഉമ്മത്തീങ്ങളിൽപ്പെട്ടയാളെന്ന് മാത്രമല്ല, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തൗറാത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തൂരിസീന പർവ്വതത്തിലേക്ക് പോകുന്ന നേരത്ത് കൂടെ അതാ 17ഓളം പിരിശപ്പെട്ടവരും പോയി. കൂട്ടുകാർ, മൂസാ നബിന്റെ നല്ല വിശ്വസ്തരായ ശിഷ്യന്മാർ ആ മൂസാ നബി അലൈഹിസ്സലാം തൗറാത്ത് കൊണ്ടുവരാൻ വേണ്ടി പോയപ്പോ കൂടെ പോയിട്ടുണ്ട്. ആ പോയവരിൽ ഒരാളായിരുന്നു മഹാനായ ദാവൂദുൽ ഹക്കീം. തൗറാത്ത് കാണാതെ പഠിച്ച ഹാഫിളായിരുന്നു ദാവൂദുൽ ഹക്കീം. ചെറിയ ആളല്ല. തഞ്ചാവൂരിനടുത്ത മുത്തുപേട്ടയിലെ പണ്ട് കാലത്ത് ഏകദേശം പഴയകാലം ഒരു 1800-900 വർഷങ്ങൾക്ക് മുമ്പ് അവിടെയുള്ള പാടത്ത് ആ കണ്ടത്തില് ഉഴുതാന് വേണ്ടിയിട്ട് എന്താ പറയാ, നെല്ലിടുന്ന അരിയിടുന്ന കണ്ടത്തില് നേജി നടാൻ വേണ്ടിയിട്ട് നേജി നടുകവേണായിട്ട് അവിടെയുള്ളവർ അണ്ണാച്ചിയതാ അവിടെയതാ. പിന്നെ പോത്തുകള് കാലികള് മൂരികള് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഉഴുതുമറിക്കുമ്പോ കണ്ടങ്ങനെ അടുത്തുമ്പോ അതിനൊന്ന് ചെത്തിമിനിങ്ങിട്ട് മണ്ണെല്ലാം സൈഡാക്കിയിട്ട് നേരെയാക്കാൻ നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, അവന്റെ കൊട്ടതാ, അവന്റെ കൈകൊട്ട്, അവൻ മണ്ണ് കോരുന്ന കൊട്ട് അവിടെയുള്ളൊരു കല്ലിലേക്ക് തട്ടി. എന്തോ ഒരു അത്ഭുതകരമായ ശബ്ദം കേട്ടപ്പോ ഇവൻ ആ കല്ലിയെ ഒന്ന് മാറ്റുന്ന നേരത്ത് അതൊരു കബറായിരുന്നു. ആ കബറിന്റെ മൂടുകല്ലായിരുന്നു ആ കല്ല്. അതിൽ ഒരു മയ്യത്ത് കാണാം. സുബ്ഹാനല്ലാഹ്, കല്ല് തുറന്നിട്ട് മയ്യത്ത് പുറത്തേക്ക് പ്രത്യക്ഷപ്പെട്ടപാട് ഈ അണ്ണാച്ചിയുടെ ഈ മനുഷ്യന്റെ കാഴ്ച രണ്ടും പോയി, കുരുടനായി. ഇവന്റെ കാഴ്ച പോയി. ഇവനാകെ ബേജാറായി. എന്തോ പൊരുത്തമില്ലാത്തത് ചെയ്തോ, എന്തോ ഒരു കുരുത്തക്കേട് ഞാൻ ചെയ്തോ, എന്തോ ഒരാപത്തി എന്നിൽ നിന്നിട്ട് വന്നുപോയി എന്ന് മനസ്സിലാക്കിയ ആ മനുഷ്യൻ, ആ സഹോദരൻ അവിടെ ആ കല്ലെടുക്കപ്പെട്ട ആ സ്ഥലത്ത് കണ്ട മയ്യത്തിനോട് മാപ്പ് ചോദിച്ചു. പൊറുക്കണേ, അറിയാതെ കണ്ട് കല്ല് മാന്തിയതാണ്, കല്ല് തോണ്ടിയതാണ്, കുഴിവെട്ടിയതാണ്, മനഃപൂർവ്വം ഞാൻ ഉപദ്രവിച്ചതല്ല, എന്റെ കണ്ണിന് കാഴ്ച തിരിച്ചു തരണേ എന്നിങ്ങനെ പറഞ്ഞിട്ട് ദുആരന്നിട്ടതാ വിഷമത്തോടെ വീട്ടിലെത്തുന്നു. അന്ന് രാത്രി അവന് കിനാബ് കാണുകയാണ്. നിന്റെ കാഴ്ച ശരിയാവും, ഞാനതാ ഇന്നാലിന്റെ സ്ഥലത്ത് കിടക്കുന്നുണ്ട്, എന്റെ പേര് ദാവൂദുൽ ഹക്കീമാണ്, ഞാൻ മൂസാ നബിന്റെ ഉമ്മത്താണ്, തൗറാത്ത് മനപ്പാടമുള്ള ഹാഫിളാണ്. നീ ഈ വിവരം ചുറ്റുഭാഗത്തുള്ള മുസ്ലിമീങ്ങളോട് പറയണം. മുസ്ലിമീങ്ങൾക്ക് അവിടെ വന്നിട്ട് പാർക്കാനുള്ള സൗകര്യവും ഒരുക്കണം. എന്നാൽ നിന്റെ കാഴ്ച റെഡിയാണെന്ന് പറഞ്ഞിട്ട് അതാ മഹാനായ ദാവൂദുൽ ഹക്കീം തങ്ങൾ സ്വപ്നത്തിൽ വരുന്നു. എല്ലാം ക്ലിയർ ആവുന്നു, മംഗളമായിട്ട് ഭവിക്കുന്നു. അവന്റെ കാഴ്ച തിരിച്ചു കിട്ടുന്നു. മുസ്ലിമീങ്ങളെ വിളിച്ചിട്ട് ആ പരിസരം കാണിച്ചു കൊടുക്കുന്നു. മുസ്ലിമീങ്ങൾ അവിടെ പാർക്കുന്നു. സുബ്ഹാനല്ലാഹ്, പിന്നീട് അവിടേക്ക് ജനലക്ഷം ഒഴുകുകയായി. രാപകല വ്യത്യാസമില്ലാതെ, ജാതി മത വ്യത്യാസമില്ലാതെ, വർഗവർണ്ണ ദേശഭാഷ വ്യത്യാസമില്ലാതെ എല്ലാവരും ദാവൂദുൽ ഹക്കീം തങ്ങളെ കാൽ ചുവട്ടിലെത്തുന്നു. മാനസിക രോഗികള്, മാറാവ്യാധി പിടിച്ച രോഗികള്, അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങള് പ്രയാസങ്ങളിൽ അകപ്പെട്ടവരാ, പൈശാചികമായ പിശാചിന്റെ പിന്നെ രോഗത്തിന് അടിമപ്പെട്ടവരാ, ഭ്രാന്തു പിടിച്ചവര്, ഏത് രോഗങ്ങൾക്ക് അടിമയായവരാണെങ്കിലും ആ തിരുസന്നിധിയിൽ ചെന്നാൽ, മുത്തുപേട്ട ദാവൂദുൽ ഹക്കീം തങ്ങളെ ഹളറത്തിൽ ചെന്നിട്ടൊന്ന് ദുആരെന്നാൽ അവിടെ തൊക്കുന്നു ഫാത്തിഹ ഓതിയാൽ
അവിടത്തേക്കൊരു സദക്ക കൊടുത്താൽ, നേർച്ചയാക്കിയാൽ അവന്റെ എല്ലാ പ്രയാസങ്ങളും അതോടെ തീരുന്നതാണ്. ഇത് അനുഭവമാണ്. ഇത് അനുഭവമാണ്. മുത്തുപ്പേട്ട ദാവൂദുൽ ഹക്കീം തങ്ങൾ എന്ന് പറയുന്ന മഹാൻ ചെറിയ ആളല്ല. ആ മഹാന്റെ പൊരുത്തത്തോടുകൂടി, ആ മഹാന്റെ പൊരുത്തം കിട്ടിയിട്ട്, ആ മഹാന്റെ പൊരുത്തത്തോടുകൂടി ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പാവങ്ങളെ, രോഗികളെ, അനാഥകളെ, നിർഗതികരെ, സാധുക്കളെ ശുശ്രൂഷിക്കുകയും പരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്തിട്ട് എല്ലാവരുടെയും പരിഹാര കേന്ദ്രമായി ജീവിച്ച് മരിച്ചുപോയ മഹൽ വ്യക്തിത്വമായിരുന്നു മഹദി റുഖിയാബി. അള്ളാഹു പരലോക ദർജ ഉയർത്തി കൊടുക്കട്ടെ. അള്ളാഹു പരലോക ദർജ ഉയർത്തി കൊടുക്കട്ടെ. അള്ളാഹു പരലോക ദർജ ഉയർത്തി കൊടുക്കട്ടെ. സുബ്ഹാനല്ലാഹ്. ആ മഹദി ആ മഹാന്റെ പൊരുത്തത്തിലൂടെ ജീവിച്ചവരാണ്. ആ നിലക്ക് തന്നെ ജീവിച്ച് മരിച്ചുപോയവരാണ്. അള്ളാഹിനെ ഇഷ്ടപ്പെട്ടവരാണ്. അള്ളാഹ്ക്ക് വേണ്ടി മാത്രം കാലം ചെയ്തവരാണ് എന്നതിന് ഈ സംഭവം, ഈ പരിപാടി തന്നെ സാക്ഷിയാണ്. നോക്കൂ, നിങ്ങൾ നല്ലവരുടെ പേരിൽ ഒത്തുകൂടുക എന്നത് എല്ലാവർക്കും സാധിക്കുന്ന വിഷയമല്ല. ഒരു മകനാണെങ്കിലും അൽഹംദുലില്ലാ ആ ഉമ്മാന്റെ പൊരുത്തത്തിന് വേണ്ടിയിട്ട്, ആ ഉമ്മാന്റെ ആഖിറത്തിന് വേണ്ടിയിട്ട്, ആ ഉമ്മാന്റെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ട്, പൊരുത്തത്തിന് വേണ്ടിയിട്ട്, അവിടുത്തെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മഹത്തായ സേവനം അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അല്ലാഹു സ്വീകരിക്കട്ടെ. ഞങ്ങൾ ഈ എന്താ മുണ്ടൂർ ഒരു ഉൾഭാഗമാണ്, ഒരു കുഗ്രാമമാണ്, ഒരു ഹള്ളി സൈഡാണ്. മാഷാ അല്ലാഹ്. ഇന്നിപ്പം മുണ്ടൂർ എന്ന് പറഞ്ഞെങ്കിൽ ഏകദേശം കാസർഗോഡ് ജില്ലക്കാരനായി എനിക്ക് പോലും അറിയാൻ കഴിഞ്ഞു. എന്തേ? മുണ്ടൂർ തങ്ങളെന്ന പരാഭിനാമത്തിൽ അറിയപ്പെടുന്ന ഒരു സയ്യിദ് ആ നാടിന് ആത്മീയമായ ഒരു നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. മാഷാ അല്ലാഹ്. ആഴ്ചയിൽ പരിമിതമായ ദിവസത്തിൽ മാത്രമാണ് ഇവിടെ ഉള്ളതെങ്കിലും നാടിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ആണുങ്ങളും പെണ്ണുങ്ങളും പരിഹാരം തേടിയിട്ട് വരുന്നുണ്ട്. അല്ലാഹു തആല അവർക്കൊക്കെയും കാര്യങ്ങളെല്ലാം എളുപ്പമാക്കി കൊടുക്കട്ടെ, റാഹത്താക്കി കൊടുക്കട്ടെ, എല്ലാ കാര്യവും അല്ലാഹു സാധിപ്പിച്ചു കൊടുക്കട്ടെ. അല്ലാഹു ഞങ്ങളുടെ നാടിന്റെ ഇസ്സത്തും അഭിമാനവും റാഹത്തും ഞങ്ങളുടെ നാടിന്റെ നല്ല പേരും പെരുമയും അല്ലാഹു ഖിയാമത്ത് നാൾ വരെ നിലനിർത്തട്ടെ. ഇൻഷാ അല്ലാഹ്. മനോഹരമായ മദ്രസ, ദാറുസ്സലാം അറബിക് മദ്രസ, മാഷാ അല്ലാഹ്. മനോഹരമായ കെട്ടിടം. ഇൻഷാ അല്ലാഹ് ഇനി കുറച്ച് കഴിഞ്ഞാൽ പള്ളി ഒന്ന് ഉഷാറാക്കണം. നല്ലൊരു വെളിച്ചമുള്ള നാട്, റാഹത്തുള്ള നാട്. നിങ്ങളെ ഇരുത്തം കണ്ടപ്പോൾ വലിയ സമാധാനവും റാഹത്തുമായി. ചില നാട്ടിലെല്ലാം പോയെങ്കിൽ റഹ്മാനായ റബ്ബെ 13,000 ആളെല്ലാം കൂടിയിട്ട് സദസ്സിലാകെ 313 ആളുണ്ടാവില്ല. ബാക്കിയെല്ലാം പോയിട്ട് ഷവർമയും ഐസ്ക്രീമും കോണും തിന്നൊട്ടിക്കുന്ന നാട്. കിടാക്ക, പുഗ്ഗയും ബോട്ടിയും കച്ചവടം, അബ്ബ, ചായ, കാപ്പി, സമൂസ. പിന്നെ കുറച്ച് പാലക്കാർ ദയിക്കിടാറ്, കുറച്ച് വയസ്സന്മാരും ദയിക്കിടാറ്. കൂടെ അങ്ങനെ ഒന്നുമില്ല. അൽഹംദുലില്ലാ. നല്ല സദസ്സ്. അല്ലാഹു ഈനേക്കാളേറെ ചന്തത്തില് ഞങ്ങൾ അമലും ഇബാദത്തൊന്നും നോക്കാതെ, ഞങ്ങളല്ല ഹിസാബ് ചെയ്യാതെ, ഞങ്ങളല്ല പരിശോധിക്കാതെ അവന്റെ കൃപ കൊണ്ട് അല്ലാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഈ നല്ല മജ്ലിസിലേക്ക് ദുആരക്കാൻ വേണ്ടി പലരും സംഭാവന തന്നു. പലരും ഇവിടെ പല ഉദ്ദേശങ്ങളും വെച്ചിട്ട്. പിന്നെ നേരത്തെ ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ കുറെ ആൾക്കാർ മഹാനായ തങ്ങളുടെ കയ്യിലും കമ്മിറ്റിക്കാരുടെ കയ്യിലൊക്കെ ദ്വാരക്കാൻ വേണ്ടിയിട്ട് സംഭാവന കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല അരി, പഞ്ചസാര, ആട്, കോഴി, അങ്ങനെ പലതും. ഇൻഷാ അല്ലാഹ് നീട്ടുന്നില്ല. അള്ളാന്റെ സ്വർഗത്തിന്റെ തോപ്പില്, അള്ളാന്റെ മഹാന്മാരെ പറയപ്പെട്ട മജ്ലിസില്, ബീവി റുഖിയാബി മഹദിയുടെ പേരിൽ നടത്തപ്പെടുന്ന ഈ മഹത്തായ സംഗമത്തില് 2 മണിക്കൂറോളം ഇരുന്ന് നിങ്ങള് ഒരു 10 മിനിറ്റും കൂടി ഒന്ന് ഇരുന്ന് തരണോ? നമുക്കൊന്ന് ദ്വാരക്കാം. കുറെ നീട്ടുന്നില്ല. നാളെയും പരിപാടിയുണ്ട്. ആര് പറഞ്ഞോ ഞാൻ നീട്ടുന്നില്ല. നിങ്ങൾക്കും ഉണ്ട്, എനക്കും ഉണ്ട്. ഇനിയും പോണോന്ന് തോന്നുമ്പോ നിപ്പിക്കണം. ഒരിക്കൽ നിപ്പിച്ചിനെങ്കിൽ നല്ല ഉണ്ടായെന്ന് വിചാരിക്കുമ്പോ നിപ്പിക്കുന്നതിന് അർത്ഥമില്ല. നിപ്പിക്കേണ്ടിയത് തന്നെ അല്ലേ? പാട്ട് പാടിയിട്ട് ഒരുത്തന്റെ കൂറ്റു പോയി. അവന്റെ വന്നിട്ട് മയ്യാവൂല നിപ്പാട്ടിലെ ചൊല്ലെന്തുക്ക് അവൻ നിപ്പാട്ടണല്ലേ? കൂറ്റ ഇല്ലല്ലേ? പാട്ടൊരുത്ത പാടിക്കൊണ്ടേയുള്ള നല്ല പാട്ട് മാഷാ അല്ലാഹ് കേൾക്കണമെന്നായിട്ടുണ്ടു. അങ്ങനെ നീ കാവിടാ അപ്പം നീ പാട്ടോ. അള്ളാഹു ഞങ്ങളെ ഈ സംഗമം കബൂലാക്കട്ടെ. അള്ളാഹു ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുത്തട്ടെ. ഒരു 10 മിനിറ്റ് നിങ്ങൾ ഒന്ന് ഇരുന്ന് തരണം.
ഇൻഷാ അല്ലാ ബണ്ണെങ്കിൽ വരുവാർ ഇൻഷാ അല്ലാ. അള്ളാഹു ഞങ്ങളെ പരിപാടിയൊക്കെ കബൂലാക്കട്ടെ. ഞങ്ങളെ മദ്രസ കെട്ടാൻ വേണ്ടി സഹായിച്ചവരുണ്ട്, ഈ പരിപാടിക്ക് വേണ്ടി സഹായിച്ചവരുണ്ട്. നാളെ വിപുലമായ പരിപാടിയാണ്, രാത്രിയും പകലും. ഇന്നലെ മുതൽ ഇവിടെ വന്നവർക്കെല്ലാം അന്നദാനവും ഷീർണിയും അല്ലേ മാഷാ അല്ലാ. വലിയ കാര്യമാണ്. വലിയ ജഗബൊക ഇൻകമുള്ള മഹല്ലത്തിലൊന്നുമില്ല. ലാസ്റ്റ് 9 വേല വെച്ചിട്ട് ലാസ്റ്റ് സമാപന രാത്രി ഓരോരു ഈത്തപ്പളവോ ഷീരണി വിതരണേ. ജമാഅത്ത് വലുതായിട്ടും കയ്യിലെ കാശുണ്ടായിട്ടും ഡബിളാജും ത്രിബിളാജിയായിട്ടും കാര്യമില്ല. മനസ്സ് ക്ലിയറാണ്, കൽബ് ക്ലിയറാണ്, മനസ്സ് വിശാലമാവണം. അതാണ് ഈ നാട്ടുകാരിൽ ഞാൻ കാണുന്നത്. അള്ളാഹു കബൂലാക്കട്ടെ. അള്ളാഹു ഞങ്ങളെ ഉദ്ദേശങ്ങൾ നിറവേറ്റി തരട്ടെ. അള്ളാഹു ഞങ്ങളിലും വേണ്ടപ്പെട്ടവരിലും ദുആരക്കാൻ വേണ്ടി പറഞ്ഞവരിലുമുള്ള എല്ലാ രോഗങ്ങളും അല്ലാഹു ശിഫയാക്കട്ടെ. ഞങ്ങളെ സഹായിച്ചവരുണ്ട്, ഇനി വേണ്ടിയിട്ട് കുറെ നാളായി രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ടവരുണ്ട്. ഞങ്ങൾ പല ഉസ്താദുമാർക്കും തങ്ങന്മാർക്കും നല്ല ഭക്ഷണം ഒരുക്കി തന്ന ഞങ്ങളെ ലത്തീഫിന്റെ വീട്ടുകാരുണ്ട്, അയാളെ മക്കളുണ്ട്, അളിയന്മാരുണ്ട്. എനിക്ക് പേരെന്തു അറിയാല, ഓനറിയുന്നത് കൊണ്ട് മാത്രം പറഞ്ഞ് ഏതുവാകട്ടെ. അല്ലാഹു അവർക്കും ഞങ്ങൾക്കും ദുനിയാവിലും ആഖിറത്തിലും എല്ലാ നിലക്കുള്ള ഖൈറും ബർക്കത്തും സന്തോഷവും ധാരാളമായി ചൊരിച്ചു തരട്ടെ. ഒരു 10 മിനിറ്റ് ഇരിക്കണോ അല്ലേ? എന്തത് മന്ത്രിക്കാനാ മന്ത്രിച്ചതാ? അതിനൊന്ന് ഊതി തങ്ങളെ. അല്ല ഞാൻ മേലും വിളിക്കും, ഞാൻ ഒന്ന് ഊതി അവിടെ തന്നെ കൊടുക്കി സ്പീഡ് എല്ലാം ഒന്നിച്ചു തങ്ങളെ കുപ്പിക്ക് ഇതാക്കി. അമ്മമാര്, സഹോദരിമാര്, നിങ്ങളെ ഭാഗത്തേക്ക് ഞങ്ങളെ കിടാവ് ബക്കറ്റുമായി വരുന്നുണ്ട്. അതാ ഒരു ബക്കറ്റ്. ഒരു കിടാവിനെ വിളിച്ചിട്ട് അരുവണിച്ചിരുന്ന ഒരു 10 മിനിറ്റ് പ്ലീസ്. ഒന്ന് ഇൻഷാ അല്ലാഹ് ഒറ്റയ്ക്ക് പോവാം. ഞാൻ കുറെ ദൂരമല്ല പോകണല്ലേ, ചങ്ങൈമാർ പാലക്കാരിൽ പോകണം. നമുക്ക് വലിയ പിരിസ മാത്രമല്ല, ഇത്ര നേരം ഇരുന്ന് വയസ്സന്മാർക്ക് കിട്ടുന്നതിൻ്റെ ഡബിൾ കൂലിയാണ് ബാല്യക്കാർക്ക്. കാരണം അവരെ ഇബാദത്തിന് അള്ളാഹുടെ അത്ര പവറുണ്ട്. അള്ളാഹു കബൂലാകട്ടെ. അള്ളാഹു അവരുടെ വരവും പോക്കും അള്ളാഹു സ്വീകരിക്കട്ടെ. നിങ്ങളെ കണ്ടല് വലിയ സന്തോഷം മാഷാ അല്ലാഹ്. ദുആരക്കാൻ ഒരാൾ 500 രൂപ തങ്ങളെ അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. പെണ്ണുങ്ങളെ ഭാഗത്ത് വേഗം അങ്ങനെ ഇങ്ങനെ നോക്കുമ്പോ ഇങ്ങനെ നോക്കിയതാ. അങ്ങനെ ഇടാണ്ടിക്കട്ട് നീ മാത്രം ഇങ്ങനെ നേരെ പോണോ, എല്ലാവരുടെ ഇടയിലും പോണോ അല്ലേ? പോയിടാ. 6 വട്ട് 6 വോളണ്ടിയർ ആയെങ്കിലും ഇൻഷാ അല്ലാഹ്. ഞങ്ങളുടെ നാടിന്റെ പ്രസിഡന്റ് അബ്ദുല്ലാക്ക, അദ്ദേഹത്തിന് അബ്ദുല്ലാക്ക പ്രസിഡന്റ് അല്ലേ? സോറി പ്രസിഡന്റ് ഉമ്മൊന്നങ്ങായില്ലേ? ഞങ്ങളുടെ ഉമ്മ 6 വാട്ട് അല്ലേ? അവരെ ഉമ്മ സുഖമില്ല, ഹോസ്പിറ്റലിലേക്ക് ആംബുലൻസിലും കൊണ്ടുപോയിട്ടുണ്ട്. കുറച്ച് ഇങ്ങനെ അസ്വസ്ഥതയാണ്. എല്ലാവരും ദുആരക്ക് അല്ലാഹു ആ ഉമ്മാക്ക് പൂർണ്ണ ശിഫ നൽകട്ടെ. അള്ളാഹു ജീവിതമാണ് ഖൈറെങ്കിൽ അള്ളാഹു പൂർണ്ണ ശിഫ നൽകട്ടെ. എല്ലാം കൊണ്ടും അള്ളാഹു പൂർവ്വസ്ഥിതിയിൽ നല്ല നിലക്ക് മടങ്ങി വരാനുള്ള തൗഫീഖ് നൽകട്ടെ. അതല്ല അള്ളാഹു മരണമാണ് വിധിക്കുന്നതെങ്കിൽ അള്ളാഹു ആഖിബത്ത് സലാമത്താക്കി മരിപ്പിക്കട്ടെ. അള്ളാഹു ഞങ്ങളെയും സ്വാലിഹീങ്ങളിൽ പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഒരു വോളണ്ടിയർ ഒന്ന് ഇങ്ങോട്ട് വരി. അതിൽ നേരെ പാതിയാക്കണം. അല്ല എത്ര കുപ്പിയുണ്ട്? 10 ഉണ്ടെങ്കിൽ 5 ആക്കിയിട്ട് 5 ആണുങ്ങളെ ഇതിൽ കൊണ്ടുപോകണം. എത്ര ചൊല്ലണം തങ്ങളെ പൈസ? അല്ല അത് ഇങ്ങനെ ഒന്നൊന്ന് വിളിച്ചെങ്കിൽ ആരും വിളിക്കാല്ല. ഒന്നിന് 100 രൂപ കിട്ടും, പിന്നെ 10 രൂപ കിട്ടും, പിന്നെ 300 കിട്ടും. ഒരു തുക ചെല്ല നിങ്ങൾ ബാധിച്ചില്ല. ഞാനൊരു തുക ചെല്ലുന്ന അങ്ങനെ തുക ചെല്ലുന്ന ശരിയല്ല. എന്നാലും സമാധാനത്തിന് നിങ്ങൾ ഒരു വിഷമിക്കണ്ട. എല്ലാവർക്കും ഇപ്പോൾ നമുക്ക് തരാനില്ല. ഒരു കുറച്ച് കുപ്പിയേ ഉള്ളൂ, ഒരു 10 കുപ്പി. അതൊരു 5 ആണുങ്ങളെ ഭാഗത്തേക്ക് കിടത്തുന്ന 5 പെണ്ണുങ്ങളെ ഭാഗത്തേക്കും. പെണ്ണ് ആരുമല്ല, ഞങ്ങളെ ഉമ്മ, ഞങ്ങളെ പെങ്ങള്, ഞങ്ങളെ ഭാര്യ, ഞങ്ങളെ മോള്, അവർക്കും വേണ്ടി ബർക്കത്ത്. അല്ലാഹു തആല അവർക്കും നമുക്കും ബർക്കത്ത് നൽകട്ടെ. അപ്പുറം ഒരു വോളണ്ടിയറിൽ കൊടുക്കോ ലത്തീഫ്. ഇതാ അതിന് ഒന്നിന് ഒരു 786 രൂപ നിങ്ങൾ ഒന്ന് കൊടുത്തിട്ട് മേങ്ങണോ. നിങ്ങൾ കൊടുക്കുന്ന ഓരോ പൈസയും അള്ളാന്റെ പള്ളിക്ക്
ഈ നല്ല സംരംഭത്തിന് സോറി പള്ളിക്കല്ല, ഈ നല്ല കാര്യത്തിന്, ഈ നല്ല കാര്യക്രമത്തിന്, ഈ നല്ല നേർച്ചക്ക്, ഈ റുഖിയ ബി ഉമ്മാന്റെ ഈ നല്ല അനുസ്മരണ പരിപാടിക്ക് നിങ്ങൾ കൊടുക്കുന്ന ഓരോ പൈസയും ചെലവാക്കപ്പെടും. അതുകൊണ്ട് ഒരു 786 രൂപ, ഒരു 4-5 കുപ്പി, ഒരാൾ കൈ നടോട്, പിന്നൊന്ന് മാഷാ അല്ലാഹ് ബാറക്കല്ലാഹ്, വലിയ ഭാഗ്യവാനാണ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. തന്നതിലും വാഗ്ദാനം ചെയ്തതിലും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. എന്നെ ഒരു കുപ്പി, 2 കുപ്പി, 3, എല്ലാവർക്കും ഇൻഷാ അല്ലാഹ് ദുആ അലക്കുന്ന. അല്ലാഹു ബർക്കത്ത്. എല്ലാ ചെലവും തങ്ങളെ തന്നെയാണ്. ഇതിന്റെ എല്ലാ നോട്ടവും, ഇതിന്റെ എല്ലാ കാര്യങ്ങളും, ഇതിന്റെ എല്ലാ നേതൃത്വവും മഹാനായ തങ്ങള് മാത്രമാണ്. 2 ലക്ഷത്തോളം ഉറുപ്പിക ചെലവിട്ടിട്ട് 3 ദിവസത്തോളമായി വലിയവരായ ആലിമീങ്ങളെ കൊണ്ട് ഇവിടെ വഅദ് പറയിപ്പിക്കുന്നു, സാദാതീങ്ങളെ കൊണ്ട് ദുആ അർപ്പിക്കുന്നു. വരുന്നവരായ വിശ്വാസികൾക്കുമല്ലാത്തവർക്കും രാവും പകലുമില്ലാതെ ക്ഷീരണി അന്നദാനം കൊടുക്കുന്നു. എല്ലാം തങ്ങളെ നേതൃത്വത്തിലാണ്, തങ്ങളെ ഒറ്റക്കാണ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു എളുപ്പത്തിൽ എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കട്ടെ. പെണ്ണുങ്ങളെ ഭാഗത്തെ കൊടുത്തിട്ടില്ലേ ഇത് എത്രയിന്നോ ടോട്ടല്? 3-4 പോയല്ലോ ഇവിടെ. ബൈക്ക് തന്നാറാ? ടെസ്റ്റ് ആക്കിയാ മാനല്ലേ? കൊടുക്കറോ ബിസ്മില്ലാ. ഒരാൾ ഒരു 286. എത്ര പെട്രോളിന് ചെലവാക്കുന്നത് ഞങ്ങ, എത്ര മൊബൈലിന്റെ MB തീർക്കുന്നത് ഞങ്ങ, എത്ര മരുന്നിന് ആശുപത്രിയിൽ കൊടുക്കുന്നത് ഞങ്ങ ആശുപത്രിയിൽ എത്ര പൈസ ചെലവാക്കുന്നു. നല്ല ഉദ്ദേശം കരുത്, തടിയിലുള്ള രോഗങ്ങളെ കരുത്. മരുന്നില്ലാതെ അല്ലാഹ് ശിഫയാക്കട്ടെ. കൊടുക്കാനുള്ള കടമുണ്ട്, കിട്ടാനുള്ള കടമുണ്ട്. എല്ലാം അല്ലാഹു എളുപ്പത്തിലായി വിടാനുള്ള വഴി തുറക്കട്ടെ എന്ന് കരുതിയിട്ട് ഓരോരു കുപ്പി എല്ലാരും വാങ്ങണം. ബിസ്മില്ലാ. പടച്ചോനെ, ആര്? സഫറബയിൽ ദാവൂദാക്ക 1000 രൂപ. പിന്നെ നേരത്തെ ഒരാൾ ഒരു 500 രൂപ. ആദമാക്ക 500 രൂപ. പടച്ചോനെ നീ കബൂലാക്കണേ അല്ലാഹ്. എന്റെ പേര് പറഞ്ഞത് ഗോളിയങ്കടി റസാഖ്. അദ്ദേഹത്തിന്റെ ബാപ്പ അടുത്ത് മരണപ്പെട്ടു പോയി കഴിഞ്ഞ 18-ാം തീയതി. അല്ലമ്മ, നല്ലൊരു മനുഷ്യനാണ്, നമ്മളോട് വലിയ മഹബത്തും പിരിശമുള്ള ആള്. ഇബ്രാഹിം എന്ന് പറയുന്ന ആള്. അല്ലാഹുവേ, അദ്ദേഹത്തിന്റെ ഖബർ നീ സ്വർഗ്ഗ പൂങ്കാവനമാക്കണേ തമ്പുരാനെ. ആ ഇബ്രാഹിം എന്ന് പറയുന്ന നല്ല സഹോദരന്റെ ആഖിറം നീ സന്തോഷിപ്പിച്ചു കൊടുക്കണേ തമ്പുരാനെ. അദ്ദേഹത്തിന്റെ പേരിലും മറ്റു കാര്യങ്ങൾ ഉദ്ദേശിച്ചു. അദ്ദേഹത്തിന്റെ മകൻ, പ്രിയ സുഹൃത്ത് റസാഖ് ഒരു 500 രൂപ ഇവിടെ സംഭാവന തന്നിട്ടുണ്ട്. നേരത്തെ അദ്ദേഹം ഞങ്ങളെ ക്ഷണിച്ചു. മാഷാ അല്ലാഹ്, ഇവിടെ വരുന്നതിന്റെ ഇടയിൽ അദ്ദേഹത്തിന്റെ വാപ്പാന്റെ ഖബറെല്ലാം സിയാറത്ത് ചെയ്തിട്ട് തന്നെയാണ് വന്നത്. അല്ലാഹു തആല ഇതിന്റെ പ്രതിഫലം ആ ഉപ്പാന്റെ ഖബറിലേക്കും മറ്റും എത്തിച്ചു കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ കുടുംബത്തിലും മക്കളിലും ഭാര്യമാരിലും തടിക്കും ജോലിയിലും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഉദ്ദേശങ്ങൾ അല്ലാഹു എളുപ്പത്തിൽ പൂർത്തിയാക്കി കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ്. അല്ലത്തി വിനത്രണ്ട് 2 ഇങ്ങോട്ട്. ഒരു 2 കുപ്പി ബാക്കി. ആ പെണ്ണുങ്ങളെ ഭാഗത്തേക്ക് പോയ ആൾ വന്നാ നണ്ട് നോക്കണോ? നിങ്ങൾ എല്ലാവരും കൊണ്ട് വിളിച്ചെങ്കിൽ നാണാറ് വിളിക്കണം. ലത്തീഫ്, പെണ്ണുങ്ങളെ ഭാഗത്തേക്ക് പോയ ആൾ വന്നാ കൊടുത്തോണ്ട് ഇന്നും കൂടെ ടൈമായി. വേഗം നോക്കണോ, വേഗം വിളിക്കണോ? ബിസ്മില്ലാ. ഇതാ ഒരു 2 കുപ്പി ഉണ്ടോ? അരങ്ങൊരാൾ ഇനൊന്ന് നല്ലൊരു നിയത്തിൽ വിളിക്കുക. തടിയിൽ എന്തെങ്കിലും രോഗങ്ങളെല്ലാം ഉണ്ടെങ്കിൽ പഠിച്ചോനായി ഈ കൊടുക്കുന്ന സ്വതക്കാന്റെ ബർക്കത്ത് കൊണ്ട് നീ ശിഫയാക്കി താ അല്ലാഹ്, മരുന്നില്ലാതെ മാറ്റി താ അല്ലാഹ് എന്ന് കരുതിയിട്ട് നിങ്ങൾ വിളിക്കുക ഇൻഷാ അല്ലാഹ്. ഇനിയിപ്പോ 786 രൂപയാണ് ഇനി ഞാനൊരു തുക പറഞ്ഞത്. അത് ചെറുതാണ് എന്ന അഭിപ്രായം ഇല്ല, അതേ സമയത്ത് വലുതാണ് എന്ന് പറയാനും പറ്റാല. ഇപ്പൊ കാരണം ഇപ്പൊ 2 ലിറ്റർ 3 ലിറ്റർ പെട്രോൾ വിത്തണമെങ്കിൽ 350 രൂപ വേണം അല്ലേ? 5 മിനിറ്റ് ഓടിയിട്ട് 50-800 ആയിട്ട് പുകയായിട്ടത് മാറി. അപ്പൊ ആ നിലക്ക് നോക്കുമ്പോ ഞങ്ങളെ സമ്പത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, ഞങ്ങളെ ജോലിയിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, കൊടുത്തതിലും ബാക്കി വെച്ചതിലും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇതാ ബിസ്മില്ലാ, ഒരു 2 കുപ്പി
ഒരു 2 കുപ്പി വേം വിളിക്കും. ബിസ്മില്ല. ആരെങ്കിലും ഒരാൾ 256 റുപ്യ. ആരെങ്കിലും ഒരാൾ നല്ലൊരു സഹോദരൻ നല്ലൊരു ബർക്കത്തുള്ളൊരു നാവല് വാങ്ങിയിട്ട് കൊണ്ടോ ഇൻഷാ അല്ലാഹ്. ശരി. 1 ലത്തീഫ് പ്രിയപ്പെട്ട കൂട്ടുകാരനാണ്, എൻ്റെ നല്ല സുഹൃത്താണ്, എനിക്ക് പരിചയമുള്ള വ്യക്തിത്വമാണ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു ആ കുടുംബത്തിന് ഖൈറും ബർക്കത്തും നൽകട്ടെ. ഇതാ ലത്തീഫായി ഇതാ ഇതാ ഇനി ഒരു ലാസ്റ്റ് ബിസ്മില്ല. ആരെങ്കിലും ഒരാ കുപ്പി നോക്കുന്നതല്ല ഭാഗ്യ, അത് 756 വിളിക്കുന്നതാണ് ഭാഗ്യ. അതൊരു പൈസ അല്ല, നല്ല നിയത്ത് കരുതിക്കോ. റസൂലുള്ള പറഞ്ഞു, നിങ്ങൾ സ്വതക്ക കൊടുക്കുമ്പോ ഉദ്ദേശം കരുതണോ. നിങ്ങളെ ഉദ്ദേശം അല്ലാഹു എളുപ്പത്തിൽ പൂർത്തിയാക്കി തരും. അള്ളാഹു എളുപ്പത്തിൽ പൂർത്തിയാക്കി തരട്ടെ. ഞങ്ങൾ കൊടുത്ത സ്വതക്കാന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ തടിയിലും മക്കളിലുമുള്ള രോഗങ്ങൾ അള്ളാഹു മരുന്നില്ലാതെ ശിഫയാകട്ടെ. ഷുഗർ പ്രഷർ പോലെയുള്ള രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്, അള്ളാഹു മരുന്നില്ലാതെ മാറ്റി തരട്ടെ. ഇതാ ബിസ്മില്ല ബിസ്മില്ല. വേം വിളിക്കും. ഇങ്ങോട്ട് മാഷാ അല്ലാഹ്. ഇത് തേനിൻ്റെതല്ലേ? സലാം ബണ്ടുവാൾ. മാഷാ അല്ലാഹ്. ദ്വാരക്കാൻ വേണ്ടിയിട്ട് 1000 രൂപ. അല്ലാഹുവേ നീ കബൂലാക്കണേ അല്ലാഹ്. അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. ഉദ്ദേശങ്ങളെ നിറവേറ്റി കൊടുക്കണേ അല്ലാഹ്. അദ്ദേഹത്തിനും കുടുംബത്തിനും റാഹത്ത് നൽകണേ അല്ലാഹ്. ചെയ്യുന്ന ജോലിയിലും മക്കളിലും കുടുംബത്തിലും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഇതിന്റെ പ്രതിഫലം നാളെ ആഖിറത്തിലേക്കും നീ ഉപകാരപ്പെടുത്തണേ അല്ലാഹ്. 1000 രൂപ. 756 അല്ല 1000 തന്നെ. 756 1000 തന്നെ. 1000. അൽഹംദുലില്ലാഹ്. അല്ലാഹു ജസാക്കല്ലാഹു ഖൈറാ ഫിദ്ദുനിയ വൽ ആഖിറ. മാഷാ അല്ലാഹ്. മിസ്രിയ എന്നൊരു സഹോദരി 756. മാഷാ അല്ലാഹ്. അല്ലാഹു കബൂലാക്കട്ടെ. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു ആ മിസ്രിയ എന്ന സഹോദരിയുടെ ഉദ്ദേശം നിറവേറ്റി കൊടുക്കട്ടെ. അല്ലാഹു ആഖിറം സന്തോഷിപ്പിച്ചു കൊടുക്കട്ടെ. ഇതാ ഇനൊരു 4 കുപ്പിയുണ്ട്, നിങ്ങൾ ഒന്ന് വേഗം വാങ്ങണം ഇൻഷാ അല്ലാഹ്. ഒരു 4 കുപ്പി. 756 താങ്ങാനാന്നില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് ഒരു 500 രൂപക്ക് ഇതാരെങ്കിലും വാങ്ങാനുണ്ടാ? ഒരു 500 നണ്ട് നോക്കൂ. അങ്ങ് കൂടെ വേണ്ടോ? നണ്ട് നോക്കൂ. 500 രൂപ. വരി 500 രൂപ. മാഷാ അല്ലാഹ്. ആസൂത്രം തോന്നിയാ? അല്ലാഹു നീ പൂർണ്ണ ശിഫ നൽകണം തമ്പുരാനെ. ആ ഉമ്മാന്റെ എല്ലാ നിലക്കുള്ള രോഗവും നീ മാറ്റി കൊടുക്കണം തമ്പുരാനെ. ആ ഉമ്മാന്റെ എല്ലാ പ്രയാസങ്ങളും മാറ്റി കൊടുക്കണം തമ്പുരാനെ. മാഷാ അല്ലാഹ്. അബ്ബാസ് എന്ന സഹോദരന് മരിച്ച ഉമ്മ അപ്പാക്ക് പ്രത്യേകം ദ്വാരക്കാൻ ഒരു 500 രൂപ. പഠിച്ചോനാ ഉമ്മ അപ്പാന്റെ ഖബർ നീ വിശാലമാക്കണേ അല്ലാഹ്. സ്വർഗപൂങ്കാവനമാക്കണേ അല്ലാഹ്. ഇതിന്റെ പ്രതിഫലം ആ ഉമ്മ അപ്പാന്റെ ഹദറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ഈ സംഭാവന വാങ്ങുകയും തിരിച്ചു തരികയും ചെയ്തിട്ടുള്ള അബ്ബാസ് എന്ന സഹോദരനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ഖൈറും ബർക്കത്തും നൽകണേ അല്ലാഹ്. ഇതാ 2 ഉള്ള 500 2 പ്ലീസ്. 2 കേവലം ഓൺലി 2 ഇരിക്കെ ഇൻഷാ അല്ലാഹ്. അതാ മൂപ്പരെ പേരെന്താണ്? നിങ്ങൾ ആരും എനിക്കൊരു ജവാബും ചെന്നില്ല, എന്നോടൊന്നും മുണ്ടൊന്നുമില്ല. അയാൾ എന്തൊക്കെ അയാൾ ഇങ്ങോട്ടൊക്കെ ഉസ്താദ് എന്നാ ദാവൂദാക്ക. മാഷാ അല്ലാഹ്. 500 രൂപ നീ കബൂലാക്കണേ തമ്പുരാനെ, സ്വീകരിക്കണേ തമ്പുരാനെ. പടച്ചവനെ തടിക്ക് കുടുംബത്തിനും ആഫിയത്തും ആരോഗ്യവും ഏറ്റി കൊടുക്കണേ തമ്പുരാനെ. വല്ല രോഗമോ ക്ഷീണമോ മറ്റോ ഉണ്ടെങ്കിൽ നീ ശിഫയാക്കണേ തമ്പുരാനെ. ഞാൻ എടുക്കാം.
ഒരു കുപ്പി ലാസ്റ്റ് തീർ എന്നില്ല. ഒരു 500 മാഷാ അല്ലാഹ്. അല്ലാഹുവേ നീ കബൂലാക്കണേ അല്ലാഹ്. രണ്ടാളും ചെയ്യുക. അല്ലാഹുവേ നീ കബൂലാക്കണേ. അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. എന്ത് പേര്? ഷെരീഫ്. ഈടനല്ലേ പങ്കേറ കേട്ടാ ഷെരീഫ്. 500 രൂപ പടച്ചവനെ നീ കബൂലാക്കണേ തമ്പുരാനെ, സ്വീകരിക്കണേ തമ്പുരാനെ, അർഹമായ പ്രതിഫലം നൽകണേ തമ്പുരാനെ, മുറാദ് ഹാസിലാക്കല്ലാ, സ്വീകരിക്കണേ അല്ലാ. ഞാൻ അതിൻ്റെ അടുത്ത് എല്ലാം വിളിക്കണോ അല്ല എന്താക്കണോ? അങ്ങ് പോയല്ലേ നിസ്കരിച്ചാ? അതിൻ്റെ ഇടയ്ക്ക് വിളിക്കാം. ആയിക്കോട്ടെ നിസ്കരിച്ചിട്ട്. ഒന്നൊന്നും വേണ്ട ഒട്ടിക. ഇതെന്ത് അതിനെ കോമ്പിനേഷൻ ശരിയായിട്ടില്ല. ആപ്പിൾ ആക്കോറു, ഓറഞ്ച് വേറെ ആക്കോറു. ഇല്ല 3 ആപ്പിൾ. ബിസ്മില്ല വിളിക്ക. 100 രൂപ വന്ന് വിളിക്കുക. 100 രൂപ. 100 രൂപക്കാരി ആര്? 100 രൂപ. 3 ആപ്പിൾ 100 രൂപ. കുറെ ലേറ്റാക്കണ്ട ബേമ്യ, കുറച്ച് സ്പീഡാക്കി. മാഷാ അല്ലാഹ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇതാ കുടിക്കൂ സാർ, അയാൾക്ക് കുടിക്കൂ സാർ. അതെന്തോ ഒട്ടിപ്പോയി. ഇത് 313 രൂപ പടച്ചോനെ നീ കബൂലാക്കണേ തമ്പുരാനെ. പറഞ്ഞതിനേക്കാളും അപ്പുറം അതിന് കൂട്ടിയിട്ട് പറഞ്ഞ ആ സഹോദരന്റെ എല്ലാ കാര്യവും നീ ഏറ്റെടുക്കണേ അല്ലാഹ്. 313. ഒരു 4 ആപ്പിള്. ബിസ്മില്ല. എത്ര നിങ്ങളെ സംഖ്യ പറഞ്ഞോളൂ. എത്രയോ? 500. മാഷാ. വരി നന്ന് നീട്ടുന്നില്ല നിങ്ങൾക്ക് തന്നെ. ഇനി 600 പോകുന്നില്ല. എപ്പോഴും തരുന്നതല്ലേ, അതവർക്ക് വിഷമ. നാളെയും വിളിക്കണ്ടേ? ഇങ്ങനെ വിളിക്കുമ്പോൾ ഒരു 500. മാഷാ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. എന്റെ പേര് സാദിഖ്. അല്ലാഹുവേ നീ ബർക്കത്ത് ചെയ്യണേ തമ്പുരാനെ. സാദിഖ് 500 രൂപ നീ കബൂലാക്കണേ തമ്പുരാനെ. തന്നതിലും ബാക്കി വെച്ചതിലും ബർക്കത്ത് ചെയ്യണേ തമ്പുരാനെ. 6 റുമ്മാമ്പഴം നല്ലൊരു പൈസക്ക് വിളിക്ക്. ഒരേയാൾ കുറെ നേരം വിളിക്കുന്നില്ല, നിങ്ങളെ ബുദ്ധിമുട്ടാക്കുന്നില്ല. നാളെയും പരിപാടിയുണ്ട്. ബിസ്മില്ല. 6 റുമ്മാൻ. കുറെ നേരം ഏലമാക്കുന്നില്ല. 600 രൂപ. ഇല്ലേ മാഷാ. എന്താ പേര്? പാട്ടയുണ്ട് എല്ലാ കാര്യത്തിനും. അതിലപ്പായി നീലപ്പായി. അല്ലാഹുവേ നീ കബൂലാക്കണേ തമ്പുരാനെ. അബുസാലി പഠിച്ചോനെ നീ അവരെയും ഞങ്ങളെയും സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാഹ്. വാഗ്ദാനം ചെയ്തത് നീ സ്വീകരിക്കണേ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്. 6 മുസംബി. ബിസ്മില്ല. 6 മുസംബി. എത്ര? 6 മുസംബി വിളിക്ക്. ബിസ്മില്ല. ആര്? അതാ മാഷാ അല്ലാഹ്. അല്ലേ ഇങ്ങ് വന്നല്ലേ? ഞാൻ വെച്ച് ഇങ്ങ് വന്നേ. എന്നെ നോക്കി. ഒരു 6 മുസംബി. ബിസ്മില്ല വിളിക്ക്. അതാ മാഷാ അല്ലാഹ്. എന്ത് തങ്ങളെ പേര്? ഫാസിൽ. 300. മാഷാ അല്ലാഹ്. 300 രൂപ ഫാസിൽ. പടച്ചോനെ നീ കബൂലാക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്, അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. ഒരു ബച്ചൻ. എന്ത് ബത്തക്കല്ലേ? ബച്ചങ്കായ്. ഒരു ബച്ചങ്കായ് വിളിക്ക്. ബിസ്മില്ല. ഒരു ബച്ചങ്കായ്. നിങ്ങൾ ആവതുപോലൊരു തുക പറഞ്ഞിട്ട് നിങ്ങൾ വരി. ഇത്ര പറയുന്നില്ല, ലേറ്റാക്കുന്നില്ല. ഇനിയും ചെറിയ പരിപാടി ഉള്ള കോയിണ്ടാ. അത് പിന്നെ സംഘാടകർ വിളിക്കൂലേ? ലേട്ടാവുന്നില്ല നിങ്ങള്. ഓ സാറേ ഇനി ആട് വരുമോ വേക്കുന്നു നാളാ? ഇതാ ബച്ചങ്ക. ബിസ്മില്ല. ഇതാ ഒന്ന് സംഘാടകർ എന്നെ നോക്കിയാവല്ലേ? ഇതാ എന്നെ നോക്കി. നിങ്ങൾ ഈ വിളിച്ചോരെ മാത്രം ഏരിയങ്ങ് മതിയാവല്ലേ? നിങ്ങളും വിളിക്കണം. ബിസ്മില്ല. എത്രക്ക് വന്നേ അയാൾ എത്രക്ക് വന്നേ? എത്രക്ക്? ആര് വിളിച്ചേ? ഒരു 100 രൂപക്കാരുണ്ട്. ബിസ്മില്ല. അല്ലാഹുവേ നീ കബൂലാക്കണേ തമ്പുരാനെ. 100 രൂപ നീ കബൂലാക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ ഏറ്റെടുക്കല്ലാ. 500 രൂപ
മാഷാ അല്ലാഹ്, അയാൾ നേരത്തെ തേന് വാങ്ങിയിട്ടുണ്ട്. 500 രൂപ. 500 രൂപക്ക് ഏതായാലും വിളിച്ചെടുത്തു. വീണ്ടും അത് തിരിച്ചു തന്നു. പടച്ചോനെ നീ കബൂലാക്കണേ അല്ലാ. അദ്ദേഹത്തിന്റെ കച്ചവടം ജോലിയിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ. അല്ലാഹുവേ നീ പരിപൂർണ ശിഫ നൽകണേ അല്ലാ. പൂർണ്ണ ആരോഗ്യം നൽകണേ അല്ലാ. ഏത് രോഗമാണെങ്കിലും എന്ത് മരുന്ന് കുടിക്കുന്നുവെങ്കിലും നല്ല മുഅ്മിനീങ്ങൾ ഒത്തുകൂടിയ മജ്‌ലിസിൽ സ്വതക്ക കൊടുത്തിട്ട് ദുആരപ്പിക്കുന്നു അല്ലാ. എല്ലാ രോഗവും നീ പൂർണ്ണമായും ശിഫയാക്കണേ അല്ലാ. ഏറിയ സന്തോഷവും റാഹത്തും ആരോഗ്യവും അദ്ദേഹത്തിനും കുടുംബത്തിനും നൽകണേ അല്ലാ. വീണ്ടും അത് തിരിച്ചേൽപ്പിച്ചിട്ടുണ്ട്. ബിസ്മില്ലാ. ഇതാ വിളിക്ക്. ബിസ്മില്ലാ. വിളിക്ക്. 313 മാഷാ അല്ലാഹ്. 313 രൂപ. അല്ലാഹുവേ നീ കബൂലാക്കണേ തമ്പുരാനെ. എന്താ പഞ്ചസാര അല്ലേ? ഇതാ എത്ര ഉണ്ടാവും? 1/2 kg 1 kg ഒരു അന്താജ് എത്ര kg എങ്ങും മോശമില്ല. ഇത്തര വിളിക്ക്. ഇനി 1 kg ആയിട്ട് നാളെ ക്ലിപ്പ് വന്നെങ്കിൽ 1/2 kg 1 kg വിളിക്ക്. ബിസ്മില്ലാ. ഇതാ ഒരു 100 രൂപക്കാരൻ കൊണ്ട് ബർക്കത്തിന്റെ മജ്‌ലിസിലെടുക്കോ നീ? 100 രൂപ. 100 ബർക്കത്തിന്റെ മജ്‌ലിസിൽ തന്നു. മാഷാ അല്ലാഹ്. ഞങ്ങൾ അബൂ സാലിഹ്, അല്ലാഹുവേ നീ കബൂലാക്കണേ അല്ലാ. നീ സ്വീകരിക്കണേ അല്ലാ. നിക്ക് ഒന്നും കുറച്ച് 5 മിനിറ്റ് ഇരിക്കട്ടെ. ഇതാ ബിസ്മില്ലാ. ഇതാ ഇനൊരു പഞ്ചസാരൻ്റെ ഒരു കെട്ട് മതി. എന്നെ നാളാവില്ല, എന്നെ കൊണ്ടുവരണ്ട, സമയം വൈകി. വിളിക്ക്. ബിസ്മില്ലാ. ഒരു 100 രൂപക്ക് ഈ പഞ്ചസാര വാങ്ങാൻ ആരെങ്കിലും? ബിസ്മില്ലാ. എന്താ പേര്? സുലൈമാൻ. മാഷാ അല്ലാഹ്. അല്ലാഹു നീ കബൂലാക്കണേ തമ്പുരാനെ. ആരാണത്? ആരെ സന്മാനാക്കുന്നത്? എന്ത് കഥ? അൻവർ സാദാത്ത്. മാഷാ അല്ലാഹ്. ഞങ്ങൾ ഈ മനോഹരമായ മദ്രസ കെട്ടിടത്തിന്റെ കാര്യത്തിൽ നമ്മുടെ ദാറുസ്സലാം അറബിക് കോളേജ് എന്ന ഈ മദ്രസ കെട്ടിടം ഞങ്ങളെ മക്കൾ മദ്രസ പഠിക്കുന്നു, അള്ളാന്റെ ദീന് പഠിക്കുന്നു, വിശുദ്ധ ഖുർആൻ പഠിക്കുന്നു. ആ പഠിക്കാനുള്ള നല്ല സൗകര്യത്തിന്റെ ഈ കെട്ടിടം ഉണ്ടാക്കുന്നതിൽ മുന്നിൽ നിന്നിട്ട് ഞങ്ങൾക്ക് നേതൃത്വം നൽകിയ, അതിനു വേണ്ട എല്ലാ കാര്യത്തിലും ഞങ്ങൾക്ക് ബെണ്ണളുബായി സപ്പോർട്ട് ചെയ്ത പ്രിയപ്പെട്ട ഞങ്ങളെ അൻവർ സാദാത്ത് മേളന്തപ്പെട്ടു. മാഷാ അല്ലാഹ്. പടച്ചോനെ അദ്ദേഹത്തിന്റെ സേവനം നീ കബൂലാക്കണേ അല്ലാ. അദ്ദേഹത്തിന് എല്ലാ നിലക്ക് നീ ഉയർച്ചയും റഹ്മത്തും ബർക്കത്തും നൽകണേ അല്ലാ. കാര്യങ്ങൾ നീ എളുപ്പത്തിലാക്കി കൊടുക്കണേ അല്ലാ. ഇൻഷാ അല്ലാഹ്. മാഷാ അല്ലാഹ്. എതിർക്ക് ഖുർആൻകാരായിരിക്കും. അൽഹംദുലില്ലാഹ്. അങ്ങനത്തെ മോനും അങ്ങനത്തെ വാപ്പാവും. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു കബൂലാക്കട്ടെ. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു ആരോഗ്യമുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു ആഫിയത്ത് ആരോഗ്യം ഏറ്റിക്കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ്. അദ്ദേഹത്തെ ഞങ്ങൾ ഈ മഹത്തായ ചടങ്ങിൽ ഞങ്ങൾ ഈ കൊടുക്കുന്ന ഈ ഷാളൊന്നും അതിനൊരു പ്രത്യുപകാരം അല്ല. എത്ര ദ്വാരന്നെങ്കിലും മതിയാവല്ല. ഞങ്ങളെ കൊണ്ട് അത്ര വലിയൊരു മദ്രസ ഒരു സ്വപ്നം മാത്രമായിരുന്നു. ഞങ്ങളെ സ്വപ്നം സാധിപ്പിച്ചു തന്ന പ്രിയപ്പെട്ട ഞങ്ങളെ അൻവർ സാദാത്ത് സാഹിബ് ഞങ്ങളെ എളിയൊരു ആദരവായി സ്വീകരിച്ച് എല്ലാം കൊണ്ടും ഞങ്ങൾ പൊരുത്തപ്പെടണം. അല്ലാഹു ആഫിയത്തും ആരോഗ്യം ഏറ്റിത്തരും. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹുവേ നീ കബൂലാക്കണേ തമ്പുരാനെ, സ്വീകരിക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ബാക്കി ഏലം സംഘാടകർ ചെയ്യും. ഞാൻ ഇൻഷാ അല്ലാഹ് പിന്നെ ദ്വാരക്കാം. നല്ല ക്ഷീണമുണ്ട്. അവിടെ ആൾക്കാരും
ಬೇಗ ಬೇಗ ಉಸ್ತಾಜ್ ಒಳ್ಳೆ ಫೋನು ಲೇಟ್ ಆಯ್ತು ಆರ ಮುಂಡಿಲ್ಲ അങ്ങനെ ಎಲ್ಲ നിപ്പാട്ടുണ്ട് ಬೇಗ കോലി വിളിക്കും അതാ നല്ലൊരു പൂവൻ കൊയ്യ് വിളിക്കും ബിസ്മില്ല 214 ദുആ ബേർതനെ 786 പിന്നെ ടൈലർ മാഷാ അല്ലാ മിസ്രിയ കുപ്പട്ടി എന്ന് പറയുന്ന സഹോദരി 786 രൂപക്ക് ഒരു തേനും എടുത്തിട്ടുണ്ട്. കൂടാതെ 214 രൂപ ദ്വാരക്കാൻ വേണ്ടി പ്രത്യേകം ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ആ മിസ്രിയ കുപ്പട്ടി എന്ന് പറയുന്ന സഹോദരിയുടെ ഉദ്ദേശം അല്ലാഹു നിറവേറ്റി കൊടുക്കട്ടെ. ആ തന്നതിലും ബാക്കി വെച്ചതിലും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഗൾഫിൽ നിന്ന് വന്നേ അല്ലേ? ഉമ്മാന്റെ ആണ്ടിന് വേണ്ടിയിട്ട് റുക്കിയാബി എന്ന് പറയുന്ന ഞങ്ങളെ മഹദിയുടെ ആണ്ടനുസ്മരണ പരിപാടിക്ക് വേണ്ടിയിട്ട് ഗൾഫിൽ നിന്ന് അതിനായിട്ട് വന്ന സഹോദരിയാണ് മിസ്രിയ കുപ്പട്ടി. അള്ളാഹുവെ നീ ആ യാത്രയിൽ ബർക്കത്ത് ചെയ്യണം തമ്പുരാനെ. ആ മഹബത്ത് നീ നിലനിർത്തി കൊടുക്കണം തമ്പുരാനെ. അവരെയും ഞങ്ങളെയും മഹദിയോടൊപ്പം നാളെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടണം തമ്പുരാനെ. ആ സഹോദരിയുടെ എല്ലാ കാര്യത്തിലും മഹാന്മാരുടെ കാവല് നീ നൽകണേ തമ്പുരാനെ. അതാ ലത്തീഫിന്റെ കൈക്കൊന്ന് എല്ലാവരും നോക്കി നല്ലൊരു പൂവൻ കോയി വിളിക്കുക ബിസ്മില്ല. അതത് ഏലമല്ല ഓഫാക്ക്. കഴിഞ്ഞു ഏലമൊന്നും വേണ്ട. ഓൺലൈൻ നോക്കിയിട്ട് ആരൊന്നും മുണ്ടുന്നില്ല. ഓഫ്ലൈനിലുള്ളവരെ മുണ്ടുന്നില്ല, പിന്നല്ല ഓൺലൈൻ. 500 രൂപ അല്ലാഹു കബൂലാക്കട്ടെ. ഇൻഷാ അല്ലാഹ് ദ്വാരക്കുകയാണ്. എല്ലാവരും ആമീൻ ചെല്ലുക. ഉമ്മാന്റെ അവർക്ക് വേണ്ടി ദ്വാരക്കാൻ വേണ്ടി 5000 ഉമ്മാന്റെ